എല്ലാവർക്കും SR ക്രിയേഷൻസിൻ്റെ വീഡിയോ ക്ലാസ്സുകളിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കുവാനായിട്ട് പോകുന്നത് 10ാം ക്ലാസ്സിലെ ഫിസിക്സ് പാഠപുസ്തകത്തിലെ ഒന്നാമത്തെ ചാപ്റ്ററാണ്. ചാപ്റ്ററിൻ്റെ പേര് എഫക്ട്സ് ഓഫ് ഇലക്ട്രിക് കറണ്ട്, വൈദ്യുത പ്രവാഹത്തിൻ്റെ ഫലങ്ങൾ അഥവാ എഫക്ട്സ് ഓഫ് ഇലക്ട്രിക് കറണ്ട്. പാഠത്തിൻ്റെ ആരംഭത്തിൽ കാണുന്ന ചിത്രത്തിൽ നിന്ന് തന്നെ നമുക്ക് എഫക്ട്സ് ഓഫ് ഇലക്ട്രിക് കറണ്ട് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ഇവിടെ എന്തെല്ലാം ഇലക്ട്രിക് ഡിവൈസുകളാണ് കാണുന്നത്? ബൾബ്, ഫാന്, ഇൻഡക്ഷൻ കുക്കർ, ഇലക്ട്രിക് സ്റ്റവ്, മൈക്രോവേവ് ഓവൻ തുടങ്ങിയ ഇലക്ട്രിക് ഉപകരണങ്ങൾ നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇലക്ട്രിക് കറണ്ട് ബൾബിലൂടെ പാസ് ചെയ്തപ്പോൾ ബൾബ് പ്രകാശം നൽകി. അതേ ഇലക്ട്രിക് കറണ്ട് ഫാനിലൂടെ പാസ് ചെയ്തപ്പോൾ ഫാന് നമുക്ക് കാറ്റ് നൽകി. അതേ കറണ്ട് ഇലക്ട്രിക് ഹീറ്ററിലൂടെ പാസ് ചെയ്തപ്പോൾ ചൂട് നൽകി. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും ഇലക്ട്രിക് കറണ്ടിൻ്റെ വിവിധ എഫക്ട്സ് ഓഫ് ഇലക്ട്രിക് കറണ്ട് ഇവിടെ നിന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. ഈ കുഞ്ഞ് അമ്മയോട് എന്താണ് ചോദിക്കുന്നത് നമുക്ക് നോക്കാം. ഓൾ ദ ഡിവൈസസ് ഹിയർ വർക്ക് യൂസിങ് ഇലക്ട്രിക് കറണ്ട്. ഹൗ ഡു ദേ ഗിവ് ഡിഫറെൻറ്റ് ഫോംസ് ഓഫ് എനർജി? ഇവിടെയുള്ള എല്ലാ ഡിവൈസുകളും ഇലക്ട്രിക് കറണ്ടിലാണ് പ്രവർത്തിക്കുന്നത്. എന്നാൽ ഈ ഡിവൈസുകളിലെല്ലാം വ്യത്യസ്തമായ എനർജി എങ്ങനെയാണ് നൽകുന്നത്? ഒരു ഡിവൈസിലൂടെ ഇലക്ട്രിക് കറണ്ട് പാസ് ചെയ്തപ്പോൾ പ്രകാശം നൽകി, മറ്റൊരു ഡിവൈസിലൂടെ ഇലക്ട്രിക് കറണ്ട് പാസ് ചെയ്തപ്പോൾ അത് കാറ്റ് നൽകി, മറ്റൊരു ഡിവൈസിലൂടെ ഇലക്ട്രിക് കറണ്ട് പാസ് ചെയ്തപ്പോൾ ചൂട് നൽകി. എല്ലാ ഡിവൈസിലൂടെയും പാസ് ചെയ്തത് എന്താണ്? കറണ്ടാണ്. എന്നാൽ വ്യത്യസ്ത ഫോംസ് ഓഫ് എനർജിയാണ് നമുക്ക് ലഭിച്ചത്. എങ്ങനെയാണ് എന്നാണ് കുട്ടിയുടെ ചോദ്യം. ഇതേ സംശയം നമുക്കുണ്ടായിട്ടില്ലേ? അപ്പോൾ നമുക്ക് ചോദ്യത്തിൻ്റെ ഉത്തരം പാഠത്തിലൂടെ മനസ്സിലാക്കാം. ഇവിടെ 2 ഹോം അപ്ലയൻസസ് നൽകിയിട്ടുണ്ട്. ബാക്കി ഇവിടെ ചിത്രത്തിൽ നിന്ന് നോക്കി ഫില്ലപ്പ് ചെയ്താലോ? ഓക്കെ, ഇലക്ട്രിക് ബൾബ്, ഇലക്ട്രിക് ഫാന്, ബാക്കി നിങ്ങൾ പറയൂ. അതെ, മിക്സി, ഇൻഡക്ഷൻ കുക്കർ, മൈക്രോവേവ് ഓവൻ, ഇലക്ട്രിക് സ്റ്റൗ, ഇതെല്ലാം ചിത്രത്തിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അടുത്തതായി ഇവിടെ നൽകിയിരിക്കുന്ന ഈ പട്ടികയെന്ന് പൂർത്തീകരിച്ചാലോ? വിവിധ ഇലക്ട്രിക് ഡിവൈസുകളും ആ ഓരോ ഡിവൈസുകളും എന്തിനു ഉപയോഗിക്കുന്നു എന്നും ഓരോ ഡിവൈസുകളിലും എന്ത് ഊർജ്ജമാറ്റമാണ് അല്ലെങ്കിൽ എന്ത് എനർജി ചേഞ്ചാണ് നടക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഇവിടെ ചില ഡിവൈസുകൾ നൽകിയിട്ടുണ്ട്. ആ ഡിവൈസുകളുടെ യൂസ് എഴുതുക, അതുപോലെ എനർജി ചേഞ്ചും എഴുതുക. ഇലക്ട്രിക് ബൾബിൻ്റെ യൂസ് എന്താണ്? ഇലക്ട്രിക് ബൾബിൻ്റെ യൂസ് എന്ന് പറയുന്നത് ടു ഗെറ്റ് ലൈറ്റ്, പ്രകാശം നൽകാനാണ് ഇലക്ട്രിക് ബൾബ് യൂസ് ചെയ്യുന്നത്. എന്ത് എനർജി ചേഞ്ചാണ് ഇവിടെ നടക്കുന്നത്? എന്ത് ഊർജ്ജമാറ്റമാണ് നടക്കുന്നത്? ഇലക്ട്രിക്കൽ എനർജിയെ ലൈറ്റ് എനർജി ആയിട്ട് മാറ്റുന്നു. അതായത് വൈദ്യുതോർജ്ജത്തെ പ്രകാശമാക്കി മാറ്റുന്നു, പ്രകാശോർജ്ജമാക്കി മാറ്റുന്നു. അപ്പോൾ ഇലക്ട്രിക്കൽ എനർജിയുടെ യൂസ് എന്താണ്? ടു ഗെറ്റ് ലൈറ്റ്. ഇലക്ട്രിക് ബൾബിൽ എന്ത് എനർജി ചേഞ്ചാണ് നടക്കുന്നത്? ഇലക്ട്രിക്കൽ എനർജിയെ ലൈറ്റ് എനർജിയാക്കി മാറ്റുന്നു. അടുത്തതായി ഇൻഡക്ഷൻ കുക്കർ, യൂസ് എന്താണ്? ടു ഗെറ്റ് ഹീറ്റ്. എനർജി ചേഞ്ച് എന്താണ് നടക്കുന്നത്? ഇലക്ട്രിക്കൽ എനർജിയെ ഹീറ്റ് എനർജിയാക്കി മാറ്റുന്നു. അടുത്ത മൂന്നാമതായി സ്റ്റോറേജ് ബാറ്ററി. സ്റ്റോറേജ് ബാറ്ററി എന്തിനുപയോഗിക്കുന്നു? യൂസ് എന്താണ്? ടു സ്റ്റോർ കറണ്ട്. സ്റ്റോറേജ് ബാറ്ററിയിൽ നടക്കുന്ന എനർജി ചേഞ്ച് എന്താണ്? ഇലക്ട്രിക്കൽ എനർജിയെ കെമിക്കൽ എനർജിയാക്കി മാറ്റുന്നു. കെമിക്കൽ എനർജിയാക്കി മാറ്റിയാണ് എന്ത് ചെയ്യുന്നത്? സ്റ്റോറേജ് ബാറ്ററിയിൽ എനർജി സ്റ്റോർ ചെയ്യുന്നത്. അപ്പോൾ സ്റ്റോറേജ് ബാറ്ററിയിൽ നിന്ന് നമുക്ക് എങ്ങനെയാണ് എനർജി കിട്ടുന്നത്? അതെ, സ്റ്റോറേജ് ബാറ്ററിയിൽ നടക്കുന്നത് കെമിക്കൽ എനർജിയെ ഇലക്ട്രിക്കൽ എനർജിയാക്കി നമുക്ക് തിരിച്ചു നൽകുന്നു. ഡിവൈസ് മിക്സി. മിക്സി എന്തിനുപയോഗിക്കുന്നു? വാട്ട് ഇസ് ദ യൂസ് ഓഫ് മിക്സി? അതെ, ഫോർ ഗ്രൈൻഡിങ്. മിക്സിയിൽ നടക്കുന്ന എനർജി ചേഞ്ച് എന്താണ്? ഇലക്ട്രിക്കൽ എനർജിയെ എന്ത് എനർജിയാക്കി മാറ്റുന്നു? ഇത് മിക്സിയിൽ കറങ്ങുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇലക്ട്രിക്കൽ എനർജിയെ മെക്കാനിക്കൽ എനർജിയാക്കി മാറ്റുന്നു. അടുത്ത് നമുക്ക് 2 ഡിവൈസുകളൂടെ എഴുതാം. ഒരു ഡിവൈസ് പറഞ്ഞേ. അതെ, ഇലക്ട്രിക് ഫാന്. ഇലക്ട്രിക് ഫാനും കറങ്ങുകയാണ് ചെയ്യുന്നത്. ഇലക്ട്രിക് ഫാനിൻ്റെ യൂസ് ടു ഗെറ്റ് ബ്രീസ്. എനർജി ചേഞ്ച് എന്താണ്? ഇലക്ട്രിക്കൽ എനർജിയെ മെക്കാനിക്കൽ എനർജിയാക്കി മാറ്റുന്നു. അടുത്ത ഡിവൈസ് എഴുതൂ. ഇലക്ട്രിക് സ്റ്റൗ. ഇലക്ട്രിക് സ്റ്റൗവിൻ്റെ യൂസ് എന്താണ്? ടു ഗെറ്റ് ഹീറ്റ്. എനർജി ചേഞ്ച് എന്താണ് നടക്കുന്നത്? ഇലക്ട്രിക് സ്റ്റൗവിൽ ഇലക്ട്രിക്കൽ എനർജിയെ ഹീറ്റ് എനർജിയാക്കി മാറ്റുന്നു. അപ്പോൾ ഈ പട്ടിക പൂർത്തീകരിച്ചതിലൂടെ വിവിധ ഇലക്ട്രിക് ഡിവൈസുകളും അവയുടെ യൂസും അവയിൽ എന്ത് ഊർജ്ജമാറ്റമാണ്, എന്ത് എനർജി ചേഞ്ചാണ് നടക്കുന്നതെന്നും
പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ അടുത്തതിലോട്ട് പോകാം. എന്താണ് ഇലക്ട്രിക് കറണ്ടിൻ്റെ എഫക്റ്റ് എന്ന് പറയുന്നത്? ദ യൂസ്ഫുൾ ഫോം ഓഫ് എനർജി ഇൻറ്റു വിച്ച് എ ഡിവൈസ് കൺവേർട്ട് ഇലക്ട്രിക്കൽ എനർജി ഈസ് കൺസിഡേർഡ് ആസ് ദ എഫക്റ്റ് ഓഫ് ഇലക്ട്രിക് കറണ്ട് ഓൺ ദാറ്റ് ഡിവൈസ്. ഒരു ഡിവൈസ് എനർജിയെ ഏത് ഇലക്ട്രിക്കൽ എനർജിയാക്കിയാണോ കൺവേർട്ട് ചെയ്യുന്നത് അതായിരിക്കും ആ ഡിവൈസിൻ്റെ എഫക്റ്റ് ഓഫ് ഇലക്ട്രിക് കറണ്ട് എന്ന് പറയുന്നത്. ഒരു ഡിവൈസ് എനർജിയെ ഏത് ഇലക്ട്രിക്കൽ എനർജിയാക്കിയാണോ കൺവേർട്ട് ചെയ്യുന്നത് അതായിരിക്കും ആ ഡിവൈസിലെ എഫക്റ്റ് ഓഫ് ഇലക്ട്രിക് കറണ്ട് എന്ന് പറയുന്നത്. We are familiar with so many electrical devices in our daily life. Write down in your science diary the effect of electric current on each of them. നിത്യജീവിതത്തിൽ ധാരാളം ഇലക്ട്രിക്കൽ ഡിവൈസുകളെ നമുക്ക് പരിചിതമാണ്. നിങ്ങളും അവയിൽ നടക്കുന്ന ഇലക്ട്രിക് കറണ്ടിൻ്റെ എഫക്റ്റ് ഒന്ന് എഴുതി നോക്കൂ. ആദ്യമായി നമ്മൾ പഠിക്കുന്നത് ഇലക്ട്രിക് കറണ്ടിൻ്റെ ഹീറ്റിംഗ് എഫക്റ്റ് ആണ്. ഹീറ്റിംഗ് എഫക്റ്റ് ഓഫ് ഇലക്ട്രിക് കറണ്ട്, കറണ്ടിൻ്റെ ഹീറ്റിംഗ് എഫക്റ്റ് ആണ്. ഇലക്ട്രിക് കറണ്ടിൻ്റെ താപഫലമാണ് നാം ആദ്യം പഠിക്കുന്നത്. ഹീറ്റിംഗ് എഫക്റ്റ് ഓഫ് ഇലക്ട്രിക് കറണ്ട്. ഒരു ഡിവൈസിലൂടെ ഇലക്ട്രിക് കറണ്ട് പാസ് ചെയ്യുമ്പോൾ ആ ഡിവൈസ് ഹീറ്റ് നൽകുന്നെങ്കിൽ അത്തരം ഡിവൈസുകളെ ഹീറ്റിംഗ് എഫക്റ്റ് നൽകുന്ന ഇലക്ട്രിക് ഡിവൈസുകളുടെ കൂട്ടത്തിൽ നമുക്ക് ചേർക്കാം. ഇവിടെ ഒരു ഡിവൈസ് നൽകിയിട്ടുണ്ട്, ഇലക്ട്രിക് അയൺ ബോക്സ്, ഇസ്തിരിപ്പെട്ടിയാണ്. അയൺ ബോക്സിലൂടെ ഇലക്ട്രിക് കറണ്ട് പാസ് ചെയ്തപ്പോൾ അത് എന്ത് ചെയ്തു? ഹീറ്റിംഗ് എഫക്റ്റ്, ചൂടായി നമുക്ക് ഹീറ്റ് നൽകി. അപ്പോൾ അതുപോലുള്ള മറ്റു 2 ഡിവൈസുകൾ കൂടെ പറഞ്ഞേ. അതെ, ഇൻഡക്ഷൻ കുക്കർ, ഇലക്ട്രിക് സ്റ്റൗ. ഇൻഡക്ഷൻ കുക്കറും ഇലക്ട്രിക് സ്റ്റൗവും രണ്ടിലൂടെയും കറണ്ട് പാസ് ചെയ്യുമ്പോൾ എന്തായിരിക്കും നമുക്ക് ലഭിക്കുന്നത്? അതെ, ഹീറ്റാണ് ലഭിക്കുന്നത്. ഇത്തരം ഡിവൈസുകളിൽ എങ്ങനെയാണ് ഹീറ്റ് എനർജി പ്രൊഡ്യൂസ് ആകുന്നതെന്ന് നമുക്ക് നോക്കാം. അതിനായി ആദ്യം ഒരു പരീക്ഷണം ചെയ്ത് നോക്കാം. എന്തൊക്കെ സാധനങ്ങളാണ് വേണ്ടത്? പരീക്ഷണം ചെയ്യാൻ ഒരു 5 സെൻറ്റിമീറ്റർ നീളമുള്ള നിക്രോം വയർ, 6 വോൾട്ട് ബാറ്ററി, കണക്ട് ചെയ്യാൻ ആവശ്യമായ വയറുകൾ. ഇവിടെ കാണുന്നത് പോലെ ഒരു 6 വോൾട്ട് ബാറ്ററിയിൽ ഒരു സ്വിച്ച് കണക്ട് ചെയ്യുക. അതിനുശേഷം ഒരു നിക്രോം വയറും കണക്ട് ചെയ്യുക. സ്വിച്ച് ഓൺ ചെയ്യുന്ന സമയത്ത് ഇവിടെ നിക്രോം വയർ ഹീറ്റ് ആകുകയും അത് ചൂട് നൽകുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. പ്രകാശം നൽകില്ല, റെസിസ്റ്റൻസ് കൂടുതലായതിനാൽ ഇത് ചുട്ടുപഴുത്ത അവസ്ഥയിൽ കാണുന്നു. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് ഹീറ്റ് ലഭിക്കുന്നു. ഇവിടെ 2-3 ചോദ്യമുണ്ട്. ചോദ്യങ്ങൾക്ക് ഉത്തരം നമുക്ക് എഴുതുമ്പോൾ കൂടുതൽ മനസ്സിലാക്കാം. How does the nichrome wire become red hot while passing electricity through the circuit? Due to the resistance of nichrome wire. നിക്രോം വയറിൻ്റെ റെസിസ്റ്റൻസ് കാരണമാണ് നിക്രോം വയർ ചൂടാകാൻ കാരണം. അടുത്ത ചോദ്യം, ഇൻ ദിസ് കേസ് വിച്ച് ഫോം ഓഫ് എനർജി വാസ് കൺവേർട്ടഡ് ഇൻ ടു ഹീറ്റ് എനർജി? ഇവിടെ ഏത് എനർജിയാണ് ഹീറ്റ് എനർജിയാക്കി മാറ്റിയത്? അതെ, ഇലക്ട്രിക്കൽ എനർജിയാണ് ഹീറ്റ് എനർജിയാക്കി മാറ്റിയത്. ഹൗ ഡസ് ദിസ് എനർജി ചേഞ്ച് ഒക്കർ? എങ്ങനെയാണ് ഈ എനർജി ചേഞ്ച് ഉണ്ടായത്? അതെ, ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി പ്രകാരമാണ് എനർജി ചേഞ്ച് ഉണ്ടായത്. ആസ് ദ റെസിസ്റ്റൻസ് ഓഫ് നിക്രോം ഈസ് ഹയർ ഇറ്റ് പ്രൊഡ്യൂസ് മോർ ഹീറ്റ്. നിക്രോമിൻ്റെ ഹയർ റെസിസ്റ്റൻസ് ആണ് കൂടുതൽ ഹീറ്റ് ഇവിടെ പ്രൊഡ്യൂസ് ചെയ്യാൻ കാരണം. എന്താണ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി എന്ന് നമുക്ക് പഠിക്കാം. എനർജി ക്യാൻ നെയ്തർ ബി ക്രിയേറ്റഡ് നോർ ഡിസ്ട്രോയിഡ്. It can only be converted from one form to another. That is law of conservation of energy. എന്താണ് ഊർജ്ജ സംരക്ഷണ നിയമം? ഊർജ്ജത്തെ നിർമ്മിക്കുവാനോ നശിപ്പിക്കുവാനോ സാധിക്കില്ല. എന്നാൽ ഊർജ്ജത്തെ ഒരു രൂപത്തിൽ നിന്ന് മറ്റൊരു രൂപത്തിലേക്ക് മാറ്റുവാൻ മാത്രമേ കഴിയുകയുള്ളൂ. ഇതാണ് ഊർജ്ജ സംരക്ഷണ നിയമം. എനർജി ക്യാൻ നെയ്തർ ബി ക്രിയേറ്റഡ് നോർ ഡിസ്ട്രോയിഡ്. ഇറ്റ് ക്യാൻ ഓൺലി ബി കൺവേർട്ടഡ് ഫ്രം വൺ ഫ്രം ടു അനദർ. ദാറ്റ് ഈസ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി. പഠിച്ചു കഴിഞ്ഞോ എന്താണ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി എന്ന്? ഓക്കെ, ഓർത്തിരിക്കുക, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്തതിലോട്ട് പോകാം. ഇവിടെ ഒരു സർക്യൂട്ട് നൽകിയിട്ടുണ്ട്. നേരത്തെ പോലെ ഒരു ബാറ്ററി കണക്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ ബാറ്ററിയിൽ നിന്ന് ഒരു സ്വിച്ച് കണക്ട് ചെയ്തിരിക്കുകയാണ്. സ്വിച്ച് എന്തിനാണ്? കൺട്രോളിങ്ങിനാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. ബാറ്ററി, സ്വിച്ച്, ഒരു റെസിസ്റ്റൻസ്. നിക്രോം വയറിൻ്റെ സ്ഥാനത്ത് എന്ത് ചെയ്തു? റെസിസ്റ്റൻസ്, ഒരു പ്രതിരോധകം. നിക്രോം എന്ത് ചെയ്തു? ഒരു റെസിസ്റ്റൻസ് ആയിരുന്നു. അതിലൂടെ കറണ്ട് പാസ് ചെയ്തപ്പോൾ നിക്രോം വയർ ചൂടായി ഹീറ്റ് നൽകി. ഇവിടെ റെസിസ്റ്റൻസ് കണക്ട് ചെയ്തു. അതുപോലെ വോൾട്ട് മീറ്റർ കണക്ട് ചെയ്തു. ഇവിടെ ഒരു അമീറ്റർ കണക്ട് ചെയ്തിരിക്കുന്നു. അമീറ്ററിൻ്റെ എ എന്ന സിമ്പൽ കൊണ്ട് സൂചിപ്പിക്കുന്നു. വോൾട്ട് മീറ്ററിനെ വി എന്ന സിമ്പൽ കൊണ്ട് സൂചിപ്പിക്കും. ഒരു സർക്യൂട്ടിന് പാരലലായിട്ടാണ് വോൾട്ട് മീറ്റർ കണക്ട് ചെയ്യുന്നത്. ഒരു സർക്യൂട്ടിലെ വോൾട്ടേജ് മെഷർ ചെയ്യാനായി വോൾട്ട് മീറ്ററിനെ ആ സർക്യൂട്ടിന് പാരലലായി കണക്ട് ചെയ്യുക.
ഒരു സർക്യൂട്ടിലെ ആംബിയർ കണക്കാക്കുന്നതിന് സർക്യൂട്ടിൽ അമ്മീറ്ററിനെ സീരീസ് ആയി കണക്ട് ചെയ്യുക. ആംബിയർ മെഷർ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഡിവൈസ് ഏതാണ്? അമ്മീറ്റർ. വോൾട്ടേജ് മെഷർ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന മീറ്റർ വോൾട്ട് മീറ്റർ. ഇത്രയും ഓർത്തിരിക്കുക. ഇവിടെ ഒരു ബാറ്ററി ഉണ്ട്, സ്വിച്ച് ഉണ്ട്, റെസിസ്റ്റൻസ് ഉണ്ട്, വോൾട്ട് മീറ്റർ ഉണ്ട്, അമ്മീറ്റർ ഉണ്ട്. അമ്മീറ്ററിൻ്റെ ഉപയോഗം ആംബിയർ മെഷർ ചെയ്യുക. വോൾട്ട് മീറ്ററിൻ്റെ ഉപയോഗം വോൾട്ടേജ് മെഷർ ചെയ്യുക. കറണ്ട് I = Q/T എന്ന് നാം പഠിച്ചിട്ടുണ്ട്. Q കൂളോംസ് ചാർജ്, ബൈ T ടൈം. കറണ്ട് I = ചാർജ് Q/T ടൈം. അങ്ങനെയാണെങ്കിൽ Q = എന്തെഴുതാം? I × T കൂളോം എന്ന് നമുക്ക് എഴുതാം. ദ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബിറ്റ്വീൻ 2 1 വോൾട്ട് ഇഫ് 1 ജൂൾ ഓഫ് വർക്ക് ഈസ് ഡൺ ഇൻ മൂവിങ് 1 കൂളോംബ് ഓഫ് ചാർജ് ഫ്രം 1 പോയിന്റ് ടു അനദർ. ഒരു കൂളോം ചാർജ് ഒരു ബിന്ദുവിൽ നിന്ന് മറ്റൊരു ബിന്ദുവിലേക്ക് ചലിപ്പിക്കാൻ 1 ജൂൾ വർക്ക് ചെയ്യേണ്ടി വന്നുവെങ്കിൽ ആ 2 പോയിന്റിൻ്റെ ഇടയ്ക്കുള്ള പൊട്ടൻഷ്യൽ വ്യത്യാസം എന്ന് പറയുന്നത് 1 വോൾട്ട് ആയിരിക്കും. ഓർത്തിരിക്കുക. അടുത്ത് നമുക്ക് നോക്കാം ജൂളും ജൂൾ നിയമവും. ആരാണ് ജൂൾ? ജൂൾ എന്ന് പറയുന്ന ഒരു ഇംഗ്ലീഷ് സയൻറ്റിസ്റ്റാണ്. ഇദ്ദേഹം ജനിച്ചത് 1818 1818. ഓർത്തിരിക്കുക. ഇദ്ദേഹം എന്തൊക്കെയാണ് കണ്ടുപിടിച്ചത്? ദ സാലിയൻറ്റ് ഫീച്ചേഴ്സ് ഓഫ് ഹീറ്റ് എനർജി. ഹീറ്റ് എനർജിയുടെ സവിശേഷതകളും ഹീറ്റ് എനർജി മൂലമുണ്ടാകുന്ന യാന്ത്രിക ചലനങ്ങളെക്കുറിച്ചും മെക്കാനിക്കൽ മൂവ്മെൻറ്റ്സിനെ കുറിച്ചുമാണ് ഇദ്ദേഹം പഠനം നടത്തിയത്. ഇവിടെ നമുക്ക് പവർ P = വർക്ക് ബൈ ടൈം എന്ന് അറിയാം. അങ്ങനെയാണെങ്കിൽ ജൂൾസ് ലോയിലേക്ക് അപ്ലൈ ചെയ്താൽ പവർ P = വോൾട്ടേജ് ഇൻറ്റു ചാർജ് ബൈ ടൈം, V × Q/T. എന്നാൽ I = Q/T എന്ന് നമുക്ക് എഴുതാം. അങ്ങനെയെങ്കിൽ P = V × I എന്ന് എഴുതുവാനായിട്ട് സാധിക്കും. T സെക്കൻഡ് കൊണ്ട് ബാറ്ററിയിൽ നിന്ന് സർക്യൂട്ടിൽ നൽകിയ എനർജി എന്ന് പറയുന്നത് PT = VIT എന്ന്, H = VIT എന്നതിലേക്ക് നമുക്ക് എഴുതാം. ഇതിലേക്ക് ഓംസ് ലാ അപ്ലൈ ചെയ്താൽ ഓംസ് ലാ എന്താണ്? V = IR. V = IRനെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ ലോയിലേക്ക് അപ്ലൈ ചെയ്യുന്നു. H = VITയിലേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ എങ്ങനെ എഴുതാം? V = IR. അപ്പോൾ IR × IT. H = IR × IT. അപ്പോൾ I²RT എന്ന ഫൈനൽ ഇക്വേഷനിലേക്ക് വന്നു. എല്ലാ ഇക്വേഷൻസും ഓർത്തിരിക്കേണ്ട. ഹീറ്റ് എനർജി H കണ്ടുപിടിക്കുവാനായിട്ടുള്ള ഇക്വേഷൻ ഓർത്തിരിക്കുക. H = I²RT. ചോദ്യമുണ്ട്, നോക്കാം. Haven't you understood the factors of influencing the heat developed when a current passes through a conductor? Electric current, resistance of the conductor, time of current flow. സർക്യൂട്ടിലൂടെ കറണ്ട് പാസ് ചെയ്യുമ്പോൾ ഹീറ്റിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ എന്തെല്ലാമാണെന്നാണ് നമ്മൾ നോക്കിയത്. ഇലക്ട്രിക് കറണ്ട് ഇൻക്രീസ് ചെയ്താൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹീറ്റ് എനർജിയും ഇൻക്രീസ് ആകും. ഒരു സർക്യൂട്ടിലെ റെസിസ്റ്റൻസ് ഇൻക്രീസോ ഡിക്രീസോ ആകുന്നതിനനുസരിച്ച് ഹീറ്റും ഡിക്രീസോ ഇൻക്രീസോ ആകും. ഒരു സർക്യൂട്ടിലെ കറണ്ട് ഫ്ലോ ചെയ്യുന്ന ടൈമിനനുസരിച്ച് എന്ത് ചെയ്യും? ആ സർക്യൂട്ടിലെ ഹീറ്റ് കൂടുകയോ കുറയുകയോ ചെയ്യും. ഇവ മൂന്നിനെയും അടിസ്ഥാനമാക്കിയാണ് ഒരു സർക്യൂട്ടിലെ ഹീറ്റ് എനർജി എന്ത് ചെയ്തത്? കൂടുകയോ കുറയുകയോ ചെയ്യുന്നത്. അടുത്ത് നമുക്ക് നോക്കാം ജൂൾസ് ലോ. The heat generated in a current carrying conductor is directly proportional to the product of the square of the current in the conductor, the resistance of the conductor and the time of flow of current. The heat generated in a current carrying conductor is directly proportional to the product of the square of the current in a conductor, the resistance of the conductor and the time of flow of current. H is directly proportional to the I²RT. Therefore, H is equal to I²RT ജൂൾ. ഒരു കറണ്ട് പാസ് ചെയ്യുന്ന കണ്ടക്ടറിലെ ഹീറ്റ് എന്ന് പറയുന്നത് സ്ക്വയർ ഓഫ് ദ കറണ്ടിനും റെസിസ്റ്റൻസിനും ടൈമിനും നേർ അനുപാതത്തിൽ ആയിരിക്കും. ദ ഹീറ്റ് ജനറേറ്റഡ് ഇൻ എ കറണ്ട് ക്യാരിയിങ് കണ്ടക്ടർ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദി പ്രോഡക്റ്റ് ഓഫ് ദി സ്ക്വയർ ഓഫ് ദ കറണ്ട് ഇൻ ദി കണ്ടക്ടർ, ദ റെസിസ്റ്റൻസ് ഓഫ് ദി കണ്ടക്ടർ ആൻഡ് ദ ടൈം ഓഫ് ദ ഫ്ലോ ഓഫ് കറണ്ട്. കറണ്ടിൻ്റെ വർഗത്തിനും റെസിസ്റ്റൻസിനും ടൈമിനും നേർ അനുപാതത്തിലായിരിക്കും. ഓർത്തിരിക്കുക. അടുത്തിവിടെ തന്നിരിക്കുന്ന ടേബിൾ നമുക്ക് പൂർത്തിയാക്കാം. ആദ്യത്തെ റോ ഇവിടെ പൂർത്തിയാക്കി തന്നിട്ടുണ്ട്. റെസിസ്റ്റൻസ് ഓഫ് ദി കണ്ടക്ടർ 2R ohm, ഇൻറ്റൻസിറ്റി ഓഫ് കറണ്ട് I ആംബിയർ, ടൈം ഫോർ വിച്ച് കറണ്ട് ഫ്ലോസ് T സെക്കൻഡ്, ഹീറ്റ് ജനറേറ്റഡ് I²RT, ചേഞ്ച് ഇൻ ഹീറ്റ് ട്വൈസ് 2H,
ഇവിടെ ഒന്നാമതായി കണ്ടക്ടറിൻ്റെ റെസിസ്റ്റൻസ് നൽകിയിട്ടുണ്ട്. രണ്ടാമത് ഇൻറ്റൻസിറ്റി ഓഫ് കറണ്ട്, വൈദ്യുത പ്രവാഹ തീവ്രതയാണ് ഇൻറ്റൻസിറ്റി ഓഫ് കറണ്ട്. വൈദ്യുതി പാസ് ചെയ്ത ടൈമാണ് ഇവിടെ. മൂന്നാമത് ജനറേറ്റ് ആയ ഹീറ്റാണ്, എത്രയാണ് ഹീറ്റ് പ്രൊഡ്യൂസ് ആയത്. ഹീറ്റുണ്ടായ ചേഞ്ച് എന്താണ് എന്നാണ് ലാസ്റ്റ്. അപ്പോൾ നമുക്ക് അടുത്ത റോ എഴുതാം. റെസിസ്റ്റൻസ് ഓഫ് ദി കണ്ടക്ടർ R ohm ആണ്. ഇൻറ്റൻസിറ്റി ഓഫ് കറണ്ട് 2I ആംപിയർ ആണ്. ടൈം ഫോർ വിച്ച് കറണ്ട് ഫ്ലോസ് T സെക്കൻഡ് ആണ്. അങ്ങനെയെങ്കിൽ ഹീറ്റ് ജനറേറ്റഡ് I² RT എത്രയാണ്? അതെ, 2I ഹോൾ സ്ക്വയർ RT. താപത്തിലുണ്ടായ, അതായത് ഹീറ്റിലുണ്ടായ ചേഞ്ച് എങ്ങനെ നമുക്ക് എഴുതാം? അതെ, 4 times 4H ആണ്, 4 മടങ്ങാണ് ഉണ്ടായത്. റെസിസ്റ്റൻസ് ഓഫ് കണ്ടക്ടർ R/2 ohm. ഇൻറ്റൻസിറ്റി ഓഫ് കറണ്ട് I ആംപിയർ. ടൈം ഓഫ് വിച്ച് കറണ്ട് ഫ്ലോസ് T സെക്കൻഡ്. ഹീറ്റ് ജനറേറ്റഡ് I² RT ജൂൾ ഈസ് I² R/2 T. എത്ര ടൈംസ് ആണ്? ടൈംസ് അല്ല, ഹാഫ് ആണ്, H/2. നെക്സ്റ്റ്, റെസിസ്റ്റൻസ് ഓഫ് ദി കണ്ടക്ടർ R ohm. ഇൻറ്റൻസിറ്റി ഓഫ് കറണ്ട് I/2 ആംപിയർ. ടൈം ഫോർ വിച്ച് കറണ്ട് ഫ്ലോസ് T സെക്കൻഡ്. ഹീറ്റ് ജനറേറ്റഡ് I² RT ഈക്വൽ ടു I/2 ഹോൾ സ്ക്വയർ RT. ചേഞ്ച് ഇൻ ഹീറ്റ്, ഹീറ്റിലുണ്ടായ ചേഞ്ച് എന്താണ്? ക്വാർട്ടർ, 4/1. അടുത്തത്, റെസിസ്റ്റൻസ് ഓഫ് കണ്ടക്ടർ R ohm. ഇൻറ്റൻസിറ്റി ഓഫ് കറണ്ട് I ആംപിയർ. ടൈം ഫോർ വിച്ച് കറണ്ട് ഫ്ലോസ് 2T സെക്കൻഡ്. ഹീറ്റ് ജനറേറ്റഡ് I² RT ഈക്വൽ ടു I² R 2T. ചേഞ്ച് ഇൻ ഹീറ്റ്, ഹീറ്റിലുണ്ടായ ചേഞ്ച് എന്ന് പറയുന്നത് 2 മടങ്ങാണ്, ട്വൈസ്, 2H. റെസിസ്റ്റൻസ് ഓഫ് കണ്ടക്ടർ R ohm. ഇൻറ്റൻസിറ്റി ഓഫ് കറണ്ട് I ആംപിയർ. ടൈം ഫോർ വിച്ച് കറണ്ട് ഫ്ലോസ് T സെക്കൻഡ്. T/2 സെക്കൻഡ്. ഹീറ്റ് ജനറേറ്റഡ് I² RT ഈക്വൽ ടു I² R I/2. ചേഞ്ച് ഇൻ ഹീറ്റ് ഹാഫ്, H/2, പകുതിയാണ്. അപ്പോൾ ഇത് നിങ്ങൾ ചെയ്ത് നോക്കുക. അടുത്ത് നമുക്ക് നോക്കാം. ആദ്യം ഒരു ചോദ്യമാണ്. അനലൈസ് ദ ടേബിൾ ആൻഡ് ഫൈൻഡ് ഔട്ട് ദ ഫാക്ടർ ദാറ്റ് ഇൻഫ്ലുവൻസസ് ഹീറ്റ് ദ മോസ്റ്റ്. ഹീറ്റിനെ ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസസ് ചെയ്യുന്ന ഫാക്ടർ എന്താണ്? ഹീറ്റ് ഉൽപ്പാദിപ്പിക്കുന്നതിനെ സ്വാധീനിക്കുന്ന ഘടകം ഏതാണ്? ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുന്ന ഘടകം, അതെ, വൈദ്യുത പ്രവാഹ തീവ്രത, ഇൻറ്റൻസിറ്റി ഓഫ് കറണ്ട്. അടുത്തിവിടെ ഒരു ചോദ്യമാണ്. 2 ബീക്കറുകൾ ഇവിടെ എടുത്തിട്ടുണ്ട്. A എന്ന ഒരു ബീക്കറും B എന്ന ഒരു ബീക്കറും. 2 ബീക്കറിലും 100 ml ജലം വീതം എടുത്തിട്ടുണ്ട്. PQ എന്നത് നിക്രോം വയറാണ്. ഇവിടെ ചോദ്യത്തിൽ തന്നെ നൽകിയിട്ടുണ്ട്. PQ എന്നത് നിക്രോം വയറാണ്. RS എന്നത് കോപ്പർ വയറും ഇവിടെ നൽകിയിട്ടുണ്ട്. 100 ml വീതം ജലം, PQ എന്നത് നിക്രോം വയർ, RS എന്നത് കോപ്പർ വയർ. ഇവിടെ സർക്യൂട്ടിൽ ഒരു 6 volt ബാറ്ററി നൽകിയിട്ടുണ്ട്. ഇവിടെ ഒരു റിയോസ്റ്റാറ്റ് നൽകിയിട്ടുണ്ട്. റിയോസ്റ്റാറ്റിൻ്റെ സിമ്പലാണിത്. റിയോസ്റ്റാറ്റ് നൽകിയിട്ടുണ്ട്. കറണ്ട് മെഷർ ചെയ്യുവാനായിട്ട് അമീറ്ററും നൽകിയിട്ടുണ്ട്. ഇവിടെ ഈ 3 ചോദ്യങ്ങളുടെ ഉത്തരം നമുക്ക് എഴുതാം. ഒന്നാമത്തെ ചോദ്യം, ഏത് ബീക്കറിലെ ജലമാണ് കൂടുതൽ ഹീറ്റായത്? A ബീക്കറിലെ ജലമാണ് കൂടുതൽ ഹീറ്റായത്. കാരണം A ബീക്കറിൽ നിക്രോം വയറാണ് ഉപയോഗിച്ചത്. അപ്പോൾ ഒന്നാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം എന്ന് പറയുന്നത് A ആണ്. സിൻസ് നിക്രോം ഹാസ് ഹൈ റെസിസ്റ്റൻസ്, മോർ ഹീറ്റ് ഈസ് പ്രൊഡ്യൂസ്ഡ്, ഹെൻസ് ടെമ്പറേച്ചർ ഓഫ് വാട്ടർ ഈസ് ഇൻക്രീസ്ഡ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, റിയോസ്റ്റാറ്റ് ഉപയോഗിച്ച് കറണ്ട് ഇൻക്രീസ് ചെയ്തപ്പോൾ ഏത് ബീക്കറിലെ ജലത്തിൻ്റെ ടെമ്പറേച്ചറാണ് കൂടിയത്? വാട്ട് ചേഞ്ച് ഈസ് ഒബ്സർവ്ഡ് ഇൻ ദി ടെമ്പറേച്ചർ ഓഫ് വാട്ടർ ഇൻ ബോത്ത് ദ ബീക്കേഴ്സ് വെൻ ദ കറണ്ട് ഈസ് ഇൻക്രീസ്ഡ് യൂസിങ് ദ റിയോസ്റ്റാറ്റ്? വാട്ട് ചേഞ്ച് ഈസ് ഒബ്സർവ്ഡ്? ആസ് ദ കറണ്ട് ഈസ് ഇൻക്രീസസ്, ദ ഹീറ്റ് പ്രൊഡ്യൂസ്ഡ് ഈസ് ഇൻക്രീസസ്. എന്ത് ചെയ്തു? റിയോസ്റ്റാറ്റിൽ ചേഞ്ച് ചെയ്ത് കറണ്ട് ഇൻക്രീസ് ചെയ്തപ്പോൾ പ്രൊഡ്യൂസായ ഹീറ്റും ഇൻക്രീസായി എന്ന് കാണാം. തേർഡ് ക്വസ്റ്റ്യൻ, വാട്ട് വാസ് ദ ചേഞ്ച് ദാറ്റ് ഹാപ്പൻ ടു ദ ടെമ്പറേച്ചർ ഓഫ് വാട്ടർ ഇൻ ബോത്ത് ദ ബീക്കേഴ്സ് ഓൺ ഇൻക്രീസിങ് ദ ടൈം? ടൈം വർദ്ധിപ്പിച്ചപ്പോൾ ടെമ്പറേച്ചറിന് എന്താണ് സംഭവിച്ചത്? ടെമ്പറേച്ചർ ഈസ് ഇൻക്രീസ്ഡ് മോർ. ഇവിടെ ടൈം വർദ്ധിപ്പിച്ചപ്പോൾ, ടൈം കൂട്ടിയപ്പോൾ, ഇൻക്രീസ് ചെയ്തപ്പോൾ ടെമ്പറേച്ചറും ഇൻക്രീസായി. റെസിസ്റ്റൻസ് ഇൻക്രീസ് ആയപ്പോൾ പ്രൊഡ്യൂസായ ഹീറ്റ് ഇൻക്രീസായി. കറണ്ട് ഇൻക്രീസ് ചെയ്തപ്പോൾ ഹീറ്റ് ഇൻക്രീസായി. ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്തപ്പോൾ ഹീറ്റ് ഇൻക്രീസായി. അടുത്ത് നമുക്ക് നോക്കാം. ഹൗ മച്ച് വിൽ ബി ദ ഹീറ്റ് ഡെവലപ്ഡ് ഇഫ് 0.2 amps കറണ്ട് ഫ്ലോസ് ത്രൂ എ കണ്ടക്ടർ ഓഫ് റെസിസ്റ്റൻസ് 200 ohm ഫോർ 5 minutes? H ഈക്വൽ ടു I² RT. R റെസിസ്റ്റൻസ് ഇവിടെ നൽകിയിട്ടുണ്ട് 200 ohm. I ഇവിടെ നൽകിയിട്ടുണ്ട് ആംപിയർ 0.2 amps. T ടൈം ഇവിടെ നൽകിയിട്ടുണ്ട് 5 minutes. 5 minutes into 60, that is
300 സെക്കൻഡ്. എച്ച് ഈക്വൽ ടു ഐ സ്ക്വയർ ആർ ടിയിലേക്ക് അപ്ലൈ ചെയ്താൽ നമുക്ക് എത്ര കിട്ടുന്നു? അതെ, 2400 ജൂൾ എന്ന് ഉത്തരം കിട്ടുന്നു. 4.2 ജൂൾ എന്നത് 1 കലോറി ആണെങ്കിൽ എച്ച് ഈസ് ഈക്വൽ ടു എങ്ങനെ എഴുതാം? എച്ച് ഈസ് ഈക്വൽ ടു 2400 ജൂൾ ഈസ് ഈക്വൽ ടു 2400 ബൈ 4.2 ഈക്വൽ ടു 571.42 കലോറി എന്ന് ഉത്തരം കിട്ടുന്നു. ഇവിടെ ഓംസ് ലാ നൽകിയിട്ടുണ്ട്. ഐ ഈസ് ഈക്വൽ ടു വി ബൈ ആർ. ജൂൾസ് ലാ നൽകിയിട്ടുണ്ട്. എച്ച് ഈസ് ഈക്വൽ ടു ഐ സ്ക്വയർ ആർ ടി. എച്ച് ഈസ് ഈക്വൽ ടു ഐ സ്ക്വയർ ആർ ടിയിലേക്ക്, അതായത് ജൂൾസ് ലോയിലേക്ക് ഓംസ് ലാ അപ്ലൈ ചെയ്താൽ എച്ച് ഈസ് ഈക്വൽ ടു ഐ സ്ക്വയർ ആർ ടിയിലേക്ക് വി ബൈ ആർ അപ്ലൈ ചെയ്താൽ എച്ച് ഈസ് ഈക്വൽ ടു വി ബൈ ആർ ദ ഹോൾ സ്ക്വയർ ആർ ടി എന്ന് കിട്ടുന്നു. അപ്പം അങ്ങനെയെങ്കിൽ എച്ച് ഈസ് ഈക്വൽ ടു വി ബൈ ആർ ദ ഹോൾ സ്ക്വയർ ആർ ടി. എച്ച് ഈസ് ഈക്വൽ ടു വി സ്ക്വയർ ടി ബൈ ആർ. ക്വസ്റ്റ്യൻ, ലെറ്റ്സ് ഫൈൻഡ് ഔട്ട് ദ ഹീറ്റ് ഡെവലപ്ഡ് ഇൻ 3 minutes by a device of resistant 920 ohm working under 230 volt. വോൾട്ടേജ് 230 വോൾട്ട് ആണെന്നുണ്ട്, റെസിസ്റ്റൻസ് 920 ഓം ആണെന്നുണ്ട്, ടൈം ടി ഈസ് ഈക്വൽ ടു 3 × 60, ദാറ്റ് ഈസ് 180 സെക്കൻഡ്. ഐ ഈക്വൽ ടു വി ബൈ ആർ ഈക്വൽ ടു വി. വോൾട്ടേജ് എത്രയാണ്? 230 ബൈ ആർ 920. 230 ബൈ 920 ഈസ് ഈക്വൽ ടു 0.25 എന്ന് കിട്ടുന്നു. എച്ച് ഈസ് ഈക്വൽ ടു ഐ സ്ക്വയർ ആർ ടി നമുക്ക് നോക്കാം. എച്ച് ഈസ് ഈക്വൽ ടു ഐ സ്ക്വയർ ആർ ടി ഇതുപോലെ നമുക്ക് സോൾവ് ചെയ്യാം. 0.25 സ്ക്വയർ ഇൻറ്റു 920 ഇൻറ്റു 3 ഇൻറ്റു 60 എത്രയായിരിക്കും? അതെ, 10,350 ജൂൾ. ഈസ് ദെയർ എനി ഡിഫറൻസ് ഇൻ ദ എമൗണ്ട് ഓഫ് ഹീറ്റ് എനർജി ദസ് ഒബ്റ്റൈൻഡ്? നോ. ഹീറ്റിൽ എന്തെങ്കിലും ഡിഫറൻസ് ഉണ്ടോ? ഇല്ല. ഹീറ്റ് എനർജി സെയിം ആണ്. രണ്ടിടത്തുള്ള ഹീറ്റ് എനർജി എന്ത് ചെയ്തു? സെയിം ആണ് നമുക്ക് കിട്ടിയത്. അടുത്ത് നോക്കാം. ലെറ്റ്സ് കാൽക്കുലേറ്റ് ദ ഹീറ്റ് ഡെവലപ്ഡ് വെൻ 3 amps current flows through an electric iron box designed to work under 230 volt. Which equation will help us to solve the problem easily? Solve the problem. The two heaters are given below. How much will be the heat developed if they are made to work for 5 minutes each? 5 മിനിറ്റ് വീതം ഹീറ്റർ എയും ഹീറ്റർ ബിയും പ്രവർത്തിപ്പിക്കുക. എന്ത് മാറ്റമാണ് നിങ്ങൾ നിരീക്ഷിക്കുന്നത്? രണ്ടിടത്തും 230 വോൾട്ട് ആണ്. രണ്ടിടത്തും വോൾട്ടേജ് സെയിം ആണ്. രണ്ടിടത്തും വർക്കിംഗ് ടൈമും സെയിം ആണ്. 5 മിനിറ്റ് നേരം വർക്ക് ചെയ്തു. 230 വോൾട്ടേജ് ആണ്. റെസിസ്റ്റൻസ് മാറ്റമുണ്ട്. 1150 ഓമും 460 ഓമുമാണ് റെസിസ്റ്റൻസ്. ഇവിടെ റെസിസ്റ്റൻസ് കൂടിയപ്പോൾ ഹീറ്റ് കുറഞ്ഞതായിട്ട് കാണാം. ഇവിടെ റെസിസ്റ്റൻസ് കുറഞ്ഞപ്പോൾ ഹീറ്റ് കൂടിയതായിട്ടും കാണാം. നമുക്കിവിടെ ആദ്യത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ എഴുതാം. വോൾട്ടേജ് വി ഈസ് ഈക്വൽ ടു 230 വോൾട്ട്, ഐ ഈക്വൽ ടു 3 amps, ടി ടൈം 30 മിനിറ്റ്സ് നമുക്ക് കണക്കാക്കാം. വി ഈസ് ഈക്വൽ ടു 230 വോൾട്ട്, ഐ ഈക്വൽ ടു 3 amps, ടി ഈക്വൽ ടു 30 മിനിറ്റ്സ്. 30 × 60 1800 സെക്കൻഡ്. ആണെങ്കിൽ നമുക്ക് 10,242 kJ കിലോ ജൂൾ എന്ന് കിട്ടുന്നു. ചോദ്യത്തിൻ്റെ ആൻസർ നമുക്ക് നോക്കാം. വൈ ഡസ് ദ ഹീറ്റർ ഹാവിംഗ് ലോ റെസിസ്റ്റൻസ് ഗെറ്റ് ഹീറ്റഡ് മോർ? എന്തുകൊണ്ടാണ് റെസിസ്റ്റൻസ് കുറഞ്ഞ ഹീറ്റർ കൂടുതൽ ചൂടായത്? ഇൻറ്റൻസിറ്റി ഓഫ് ഇലക്ട്രിക് കറണ്ട് കൂടുതലായതിനാലാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻ വിച്ച് വേ ഡസ് ദ ചേഞ്ച് ഇൻ റെസിസ്റ്റൻസ് ഇൻഫ്ലുവൻസ് ദ ഹീറ്റ് ഡെവലപ്ഡ്? വിച്ച് വേ ടു ചേഞ്ച് ഇൻ റെസിസ്റ്റൻസ് ഇൻഫ്ലുവൻസസ് ദ ഹീറ്റ് ഡെവലപ്ഡ്? ആസ് റെസിസ്റ്റൻസ് ഇൻക്രീസസ് ഹീറ്റ് ഡിക്രീസസ്. റെസിസ്റ്റൻസ് കൂടിയപ്പോൾ ഹീറ്റ് കുറഞ്ഞതായിട്ട് കാണാം. തേർഡ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് ഔട്ട് ദ കറണ്ട് ഇൻ ദ ഹീറ്റേഴ്സ് എ ആൻഡ് ബി and compare the heat developed. Heater A, I into 230 divided by 1150 is equal to 0.2. Heater B, I into 230 by 460 equal to 0.5. In heater A and B, I increase, H increases. Fourth question, how does the resistors bring about a change in the current in the circuit? Resistance ഒരു സർക്യൂട്ടിലെ കറണ്ടിന് മാറ്റം ഉണ്ടാക്കുന്നത് എങ്ങനെയാണ്? As resistance increases, കറണ്ട് ഡിക്രീസസ്. റെസിസ്റ്റൻസ് കൂടുമ്പോൾ കറണ്ട് കുറയുന്നു. അറേഞ്ച്മെൻറ്റ്സ് ഓഫ് റെസിസ്റ്റേഴ്സ് ഇൻ സർക്യൂട്ട്. ഒരു സർക്യൂട്ടിലെ റെസിസ്റ്റേഴ്സിൻ്റെ അറേഞ്ച്മെൻറ്റ്സ് ആണ് നമുക്ക് നോക്കാം. ഇവിടെ ഒരു ചിത്രം നൽകിയിട്ടുണ്ട്. ഈ ചിത്രത്തിൽ 6 വോൾട്ട് ബാറ്ററി, സ്വിച്ച്, പാരലായിട്ട് 2 ബൾബുകൾ നൽകിയിട്ടുണ്ട്. 3 വാട്ടിൻ്റെ 2 ബൾബുകൾ പാരലായി നൽകിയിരിക്കും. ഇവിടെ ഒരു ബൾബ് ഊരി മാറ്റിയാലും നമുക്ക് മറ്റൊരു ബൾബ് പ്രകാശിക്കുന്നത് കാണാം. കാരണം ഒരു സർക്യൂട്ടിലൂടെ കറണ്ട് പാസ് ചെയ്തില്ലെങ്കിലും മറ്റേ ബൾബ് എന്ത് ചെയ്യുന്നു? പ്രകാശിക്കുന്നു.
ഇൻ വിച്ച് സർക്യൂട്ട് ഡസ് ദ ബൾബ് ഗ്ലോസ് ഹൈ ഇൻറ്റൻസിറ്റി? ഏറ്റവും കൂടുതൽ പ്രകാശിക്കുന്നത് ഏത് സർക്യൂട്ടിലെ ബൾബുകളായിരിക്കും? അതെ, സർക്യൂട്ട് എയിലെ ആയിരിക്കും കൂടുതൽ പ്രകാശിക്കുന്നത്. ഇവിടെ 2 ബൾബുകളിലൂടെയും വൈദ്യുതി പാസ് ചെയ്താണ് സർക്യൂട്ട് കംപ്ലീറ്റ് ആകുന്നത്. അതേസമയം ഇവിടെ ഓരോ ബൾബുകളിൽ സെപ്പറേറ്റ് ആയിട്ടാണ് ബൾബിലൂടെ വൈദ്യുതി, അതായത് കറണ്ട് പാസ് ചെയ്യുന്നത്. ഇപ്പോൾ ഏറ്റവും കൂടുതൽ പ്രകാശിക്കുന്നത് ഒന്നാമത്തെ സർക്യൂട്ടിലെ ആയിരിക്കും. റിമൂവ് 1 ബൾബ് ഫ്രം ഈച്ച് സർക്യൂട്ട്. വൈ ഡു യു ഒബ്സർവ്? ഒന്നാമത്തെ സർക്യൂട്ടിൽ നിന്ന് ഒരു ബൾബ് ഊരി മാറ്റിയാലും ഈ സർക്യൂട്ട് കംപ്ലീറ്റ് ആകും, ഈ സർക്യൂട്ടിൽ ബൾബ് പ്രകാശിക്കും. എന്നാൽ ഈ സർക്യൂട്ടിൽ ഒരു ബൾബ് ഊരി മാറ്റിയാൽ എന്ത് സംഭവിക്കും? ഒരു ബൾബ് ഡിസ്കണക്ട് ചെയ്താൽ ആ സർക്യൂട്ട് കംപ്ലീറ്റ് ആകുന്നില്ല, ഇവിടെ പ്രകാശിക്കുന്നില്ല. ഒന്നാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം നമുക്ക് എഴുതാം സർക്യൂട്ട് എ. രണ്ടാമത്തെ ക്വസ്റ്റിൻ്റെ ആൻസർ നമുക്ക് എഴുതാം എ എന്താണ്? ബൾബ് ഗ്ലോസ്, പ്രകാശിക്കുന്നു. ബി ബൾബ് ഡസ് നോട്ട് ഗ്ലോ, ബൾബ് പ്രകാശിക്കുന്നില്ല. വൈ ഡു ദ ബൾബ്സ് ഇൻ ഗ്ലോ വിത്ത് മാക്സിമം ബ്രൈറ്റ്നസ്? എന്തുകൊണ്ടാണ് ചിത്രം എയിലെ ബൾബുകൾ മാക്സിമം പ്രകാശം നൽകുന്നത്? അതെ, റെസിസ്റ്റൻസ് കുറവായതിനാലാണ്. അടുത്ത് നമുക്ക് നോക്കാം. ഇവിടെ ഒരു ചിത്രം കാണാം. ഈ ചിത്രത്തിൽ ബൾബുകൾ റിമൂവ് ചെയ്തതിന് ശേഷം റെസിസ്റ്റൻസ് കണക്ട് ചെയ്തത് കാണാം. ഇവിടെ സീരീസ് കണക്ഷനിൽ 2.2 ഓം 1 ഓം വീതമുള്ള ഓരോ റെസിസ്റ്റൻസ് കണക്ട് ചെയ്തു. റെസിസ്റ്റൻസിന് പാരലായി വോൾട്ട് മീറ്റർ കണക്ട് ചെയ്തു. ഇവിടെ റെസിസ്റ്റൻസ് 1ൻ്റെ വോൾട്ടേജ് മെഷർ ചെയ്യുക, റെസിസ്റ്റൻസ് 2ൻ്റെ വോൾട്ടേജ് മെഷർ ചെയ്യുക, ടോട്ടൽ വോൾട്ടേജ് മെഷർ ചെയ്യുക, സർക്യൂട്ടിലെ ടോട്ടൽ ആംബിയറും മെഷർ ചെയ്യുക. ആ മീറ്റർ ഉപയോഗിച്ച് ആംബിയർ മെഷർ ചെയ്യുന്നു. പാരലൽ കണക്ഷനിൽ 2.2 ഓമിൻ്റെ ഒരു റെസിസ്റ്റൻസും 1 ഓമിൻ്റെ റെസിസ്റ്റൻസും പാരലായി കണക്ട് ചെയ്തിരിക്കുന്നു. 2.2 ഓം റെസിസ്റ്റൻസ് ഉള്ള സർക്യൂട്ടിലെ ആംബിയർ കണക്കാക്കുക, 1 ഓം റെസിസ്റ്റൻസ് ഉള്ള സർക്യൂട്ടിലെ ആംബിയറും കണക്കാക്കുക, ടോട്ടൽ വോൾട്ടേജ് കണക്കാക്കുക, സർക്യൂട്ടിലെ ടോട്ടൽ ആംബിയറും കണക്കാക്കുക. നമുക്ക് നോക്കാം. 2 റെസിസ്റ്ററുകളെ സീരീസായി കണക്ട് ചെയ്ത സർക്യൂട്ടും 2 റെസിസ്റ്ററുകളെ പാരലലായി കണക്ട് ചെയ്ത സർക്യൂട്ടുമാണ്. വോൾട്ടേജ് ഒബ്റ്റൈൻഡ് ഇൻ റെസിസ്റ്റൻസ്. ഓരോ റെസിസ്റ്റൻസിലും ലഭിച്ച വോൾട്ടേജ്. 2.2 ഓമുള്ള റെസിസ്റ്റൻസിലെ വോൾട്ടേജ് എത്രയാണ്? വോൾട്ട് മീറ്റർ ഉപയോഗിച്ച് മെഷർ ചെയ്യുമ്പോൾ നമുക്ക് 2.06 എന്ന് കിട്ടുന്നു. 1 ഓം റെസിസ്റ്റൻസിലെ വോൾട്ടേജ് 0.94 എന്ന് കിട്ടുന്നു. എഫക്റ്റീവ് വോൾട്ടേജ്, ടോട്ടൽ വോൾട്ടേജ് എന്ന് പറയുന്നത് 3 വോൾട്ടാണ്. രണ്ടും കൂടെ കൂട്ടുമ്പോൾ 3 വോൾട്ട് എന്ന് കിട്ടുന്നു. അടുത്ത കറണ്ട് റെസിസ്റ്റൻസ്. 2.2 ഓം ഉള്ള റെസിസ്റ്റൻസിലെ കറണ്ട് 0.93, 1 ഓമുള്ള റെസിസ്റ്റൻസിലെ കറണ്ടും 0.93. സർക്യൂട്ടിലെ ടോട്ടൽ കറണ്ട് എന്ന് പറയുന്നത് 0.93 ആയിരിക്കും. എഫക്റ്റീവ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ഇൻക്രീസ് ചെയ്യുന്നു. റെസിസ്റ്റൻസ്, ടോട്ടൽ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ഇൻക്രീസ് ആയി. രണ്ടാമത്തെ സർക്യൂട്ട് പാരലൽ കണക്ഷൻ നോക്കാം. വോൾട്ടേജ് ഒബ്റ്റൈൻഡ് 2.2 ഓമിലെ വോൾട്ടേജ് എന്ന് പറയുന്നത് 3 വോൾട്ടാണ്. പാരലലായിട്ടാണ് മാക്സിമം വോൾട്ടേജ് രണ്ടിലും ഒരുപോലെ കിട്ടും. 1 ഓമിലെ വോൾട്ടേജും 3 വോൾട്ട് തന്നെയാണ്. ടോട്ടൽ വോൾട്ടേജും 3 വോൾട്ട് തന്നെയാണ്. മാക്സിമം വോൾട്ടേജ് രണ്ടിലും പാസ് ചെയ്യുന്നുണ്ട്. കറണ്ടിന് വ്യത്യാസമുണ്ട്. 2.2 ഓമിലെ കറണ്ട് എന്ന് പറയുന്നത് 1.4 ആംസ് ആണ്. 1 ഓമിലെ കറണ്ട് എന്ന് പറയുന്നത് 3 ആംസ് ആണ്. ടോട്ടൽ 4.4 ആംസ് എന്ന് കിട്ടുന്നു. എഫക്റ്റീവ് റെസിസ്റ്റൻസ് കുറയുന്നു. അടുത്ത് നമുക്ക് അനലൈസ് ദ ടേബിൾ അനലൈസ് ചെയ്യാം. രണ്ടാമത്തെ ടേബിൾ നോക്കാം. മോഡ് ഓഫ് കണക്ഷൻ ഓഫ് റെസിസ്റ്റൻസ്. റെസിസ്റ്റൻസിനെ കണക്ട് ചെയ്ത രീതികളാണ് സീരീസ് കണക്ഷൻ ഒന്നാമത്തത്, രണ്ടാമത്തെ പാരലൽ കണക്ഷൻ. എഫക്റ്റീവ് റെസിസ്റ്റൻസ് എന്താണ്? ഇൻക്രീസ്. വോൾട്ടേജ് ഒബ്റ്റൈൻഡ് ഈച്ച് റെസിസ്റ്റൻസ്, വോൾട്ടേജ് ഒബ്റ്റൈൻഡ് എന്താണ്? ഡിഫറൻ്റ് ആണ്, വ്യത്യസ്തമാണ് രണ്ടിലും. കറണ്ട് ത്രൂ ഈച്ച് റെസിസ്റ്റൻസ് എന്താണ്? സെയിം ആണ്. രണ്ടാമത് പാരലൽ സർക്യൂട്ടിൽ എഫക്റ്റീവ് റെസിസ്റ്റൻസ് എന്താണ്? അതെ, ഡിക്രീസ് ചെയ്തു. അതേസമയം വോൾട്ടേജ് ഒബ്റ്റൈൻഡ് റെസിസ്റ്റൻസ് സെയിം ആണ് അല്ലേ. അടുത്ത് കറണ്ട് ഇൻ റെസിസ്റ്റൻസ് ഡിഫറൻ്റ് ആണ്. ടേബിള് പൂർത്തീകരിച്ചു കഴിഞ്ഞു. അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് റെസിസ്റ്റൻസിൻ്റെ കളർ കോഡാണ്. ഒരു റെസിസ്റ്ററിലെ കളർ കോഡ് നോക്കിയിട്ട് ആ റെസിസ്റ്ററിൻ്റെ വാല്യൂ കണ്ടെത്തുന്നതാണ് ഇവിടെ നിന്ന് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഏതൊരു റെസിസ്റ്റർ കിട്ടിയാലും അതിൻ്റെ വാല്യൂ പഠിക്കുവാനായിട്ട് ഈസി ആയിട്ട് സാധിക്കും. കളർ കോഡ് മനസ്സിൽ ഓർത്ത് വെക്കാനായിട്ട് ഒരു ടിപ്സ് ഞാൻ പറയാം. കളർ കോഡ് ബ്ലാക്ക്, ബ്രൗൺ, റെഡ്, ഓറഞ്ച്, യെല്ലോ, ഗ്രീൻ, ബ്ലൂ, വയലറ്റ്, ഗ്രേ, വൈറ്റ്. BB റോയ് ഗ്രേറ്റ് ബ്രിട്ടൻ വെരി ഗുഡ് വൈഫ്. ഓർത്തിരിക്കുക. BB റോയ് ഗ്രേറ്റ് ബ്രിട്ടൻ വെരി ഗുഡ് വൈഫ്. ഓർത്തിരിക്കുക. BB ROY GBVGW. ഈ രീതിയിൽ 0, 1, 2, 9 വരെ 2 കളേഴ്സിന് നമ്പറിൻ്റെ റോയിൽ നിന്ന് ചൂസ് ചെയ്യുക. ഇപ്പോൾ റെഡ് ആണെങ്കിൽ എപ്പോഴും നിങ്ങൾ 0, 1, 2. റെഡ് ആണെങ്കിൽ 2 ആണ്. അടുത്ത രണ്ടാമത് വയലറ്റ് ആണെങ്കിൽ
എത്രയാണ്? 0 1 2 3 4 5 6 7 ആണ്. 7 ആണ്. അപ്പോൾ 2 7 27 എന്ന് കിട്ടി. റെഡ് 2 വയലറ്റ് 7 27 എന്ന് കിട്ടി. മൂന്നാമത്തെ കളറിൻ്റെ സ്ഥാനത്ത് മൂന്നാമത്തെ കളറിന് എത്രയാണോ നമ്പർ ആ നമ്പറിൻ്റെ അത്രയും പൂജ്യങ്ങൾ ചേർക്കുക. മൂന്നാമത്തേത് ഓറഞ്ച്. ബ്ലാക്ക്, ബ്രൗൺ, റെഡ്, ഓറഞ്ച്. ഓറഞ്ച് എന്ന് പറയുന്നത് എത്രയാണ്? 0 1 2 3 0 ചേർക്കുക. 27,000 ഓം. ഈ റെസിസ്റ്ററിൻ്റെ റെസിസ്റ്റൻസ് നമുക്ക് കിട്ടിക്കഴിഞ്ഞു 27,000 ഓം. അതിനെ ഷോർട്ടായിട്ട് നമുക്ക് 27K എന്ന് എഴുതാം. 27K ആണ് ഈ റെസിസ്റ്ററിൻ്റെ വാല്യൂ. ഇനി നാലാമതായ ഒരു കളറുണ്ട്. സിൽവർ ആണെങ്കിൽ ±10%, ഗോൾഡ് ആണെങ്കിൽ ±5%, നോ കളർ ആണെങ്കിൽ, കളർ ഇല്ലെങ്കിൽ ±20%. നിങ്ങൾ ഈസി ആയിട്ട് കളർ മനസ്സിലാക്കുക. അപ്പോൾ ഇതിൻ്റെ വാല്യൂ നമുക്ക് എഴുതാം. റെസിസ്റ്ററിൻ്റെ വാല്യൂ ഈക്വൽ ടു 27K ±10%. ഇപ്പോൾ ഓർത്തിരിക്കുക. അടുത്ത് നമുക്ക് നോക്കാം റെസിസ്റ്ററിൻ്റെ സീരീസ് കണക്ഷൻ. ഒരു റെസിസ്റ്റൻസിനെ സീരീസ് ആയിട്ട് കണക്ട് ചെയ്താൽ ടോട്ടൽ വോൾട്ടേജ് എന്ന് പറയുന്നത് V1 + V2 ആയിരിക്കും. V1 = IR1, V2 = IR2, IR = IR1 + IR2, IR = I × R1 + R2, R = R1 + R2. ഒരു സർക്യൂട്ടിലെ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ഓരോ റെസിസ്റ്റൻസിനെയും തുകയാണ് ആ സർക്യൂട്ടിലെ ടോട്ടൽ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. ഇവിടെ രണ്ട് ചിത്രം നൽകിയിട്ടുണ്ട്. ഒന്നാമത്തെ ചിത്രത്തിൽ കുട്ടികൾ പാലത്തിലൂടെ നടന്ന് ഇക്കരെ എത്തി. രണ്ടാമത്തെ ചിത്രത്തിൽ കുട്ടികൾക്ക് നടന്നെത്തുവാനായിട്ട് കഴിയുന്നില്ല. കാരണം ഇടയ്ക്ക് എന്താണ്? ഒരു പാലം ബ്രോക്കൺ ആണ്. 3 പാലവും സീരീസ് ആയിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഒരൊറ്റ പാലം മാത്രമേ ഉള്ളൂ. കുട്ടികൾക്ക് വരാൻ ഒരൊറ്റ വഴിയേ ഉള്ളൂ. ഈ ഒരൊറ്റ വഴി മാത്രമേ ഉള്ളൂ. ഈ വഴിയിൽ എവിടെയെങ്കിലും ബ്രേക്കായി പോയാൽ ഇതിലെന്ത് ചെയ്യാൻ പറ്റില്ല? സർക്യൂട്ട് കംപ്ലീറ്റ് ആകുന്നില്ല. അതേസമയം ഒരു പാലം കൂടെ ഉണ്ടെങ്കിലോ ഈ പാലത്തിൽ ബ്രോക്കൺ ആയാലും അടുത്ത പാലത്തിലൂടെ വരാം. അതാണ് നമ്മൾ നേരത്തെ പാരലൽ കണക്ഷനിൽ കണ്ടത്. ഒന്ന് ബ്രേക്ക് ആയാലും അടുത്ത സർക്യൂട്ടിലൂടെ കംപ്ലീറ്റ് ആകുന്നു, അല്ലേ? അടുത്ത പാലത്തിലൂടെ കുട്ടികൾക്ക് വരാം. അപ്പോൾ സീരീസ് കണക്ഷനിൽ ഇടയ്ക്ക് ബ്രേക്ക് ആയാൽ സർക്യൂട്ട് കംപ്ലീറ്റ് ആകുന്നില്ല. നെക്സ്റ്റ് പാരലൽ കണക്ഷൻ. പാരലൽ കണക്ഷനിൽ I = I1 + I2. കറണ്ട് എന്ന് പറയുന്നത്, സർക്യൂട്ടിലെ കറണ്ട് എന്ന് പറയുന്നത് അതിൻ്റെ തുകയായിരിക്കും. ബൈ ഓംസ് ലോ V/R = V/R1 + V/R. ഇവിടെ ചിത്രത്തിൽ കാണാം പാരലൽ കണക്ഷൻ. 3 പാലത്തിലൂടെയും ഇവിടെ കുട്ടികൾക്ക് സുഗമമായി യാത്ര ചെയ്യാം. എന്നാൽ ഇവിടെ 2 പാലങ്ങൾ ഉണ്ട്. ഒരു പാലം പൊട്ടിപ്പോയി. എന്നാൽ എല്ലാ കുട്ടികൾക്കും ഈ 2 പാലത്തിലൂടെ യാത്ര ചെയ്ത് അക്കരെ എത്തുവാനായിട്ട് സാധിക്കും. അപ്പോൾ ഇവിടെ സർക്യൂട്ട് കംപ്ലീറ്റ് ആകുന്നുണ്ട്. ഇവിടെ രണ്ടിടത്തും ഒരല്പം ബുദ്ധിമുട്ടാണ്, അല്ലേ? ഇതേ രീതി തന്നെയാണ് പാരലൽ കണക്ഷൻ, സീരീസ് കണക്ഷൻ. ഓർത്തിരിക്കുക. ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. വാട്ട് ഈസ് ദ കറണ്ട് ഇഫ് 4 ohm and 2 ohm റെസിസ്റ്റേഴ്സ് ആർ കണക്റ്റഡ് ഇൻ സീരീസ് ആൻഡ് 6 volt പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഈസ് അപ്ലൈഡ്? വോൾട്ട് 6 volt, റെസിസ്റ്റൻസ് R1 + R2 4 + 2 6 ohm. R = V/I, 6 = 6/I, I = 6/6 1 ആംപിയർ എന്ന് ഉത്തരം കിട്ടുന്നു. റെസിസ്റ്റേഴ്സ് ഇൻ സീരീസ് ആൻഡ് റെസിസ്റ്റേഴ്സ് ഇൻ പാരലൽ. എഫക്റ്റീവ് റെസിസ്റ്റൻസ്, ടോട്ടൽ റെസിസ്റ്റൻസ് സീരീസ് കണക്ഷനിൽ കൂടുന്നു, പാരലൽ കണക്ഷനിൽ കുറയുന്നു. എഫക്റ്റീവ് റെസിസ്റ്റൻസ് ഈസ് ഡിക്രീസസ്. പാരലൽ കണക്ഷനിൽ ദ കറണ്ട് ത്രൂ ഈച്ച് റെസിസ്റ്റർ ഈസ് ഡിഫറൻറ്റ്. ഇറ്റ് ഗെറ്റ്സ് ഡിവൈഡഡ് ആസ് പെർ ദ വാല്യൂ ഓഫ് റെസിസ്റ്റേഴ്സ്. പാരലൽ കണക്ഷനിൽ കറണ്ട് ഡിഫറൻ്റ് ആണ്. എന്നാൽ സീരീസ് കണക്ഷനിൽ ദ കറണ്ട് ത്രൂ ഈച്ച് റെസിസ്റ്റർ ഈസ് സെയിം ആസ് ദ മെയിൻ കറണ്ട്. പാരലൽ സർക്യൂട്ടിൽ കറണ്ട് ഡിഫറൻ്റ് ആണെങ്കിൽ സീരീസ് കണക്ഷനിൽ കറണ്ട് സെയിം ആണ്. ഇനി സീരീസ് കണക്ഷനിൽ ദ പൊട്ടൻഷ്യൽ ഡിഫറൻസ് അക്രോസ് ഈച്ച് റെസിസ്റ്റർ ഈസ് ഡിഫറൻറ്റ്. ഇറ്റ് ഗെറ്റ്സ് ഡിവൈഡഡ് ആസ് പെർ ദ വാല്യൂ ഓഫ് റെസിസ്റ്റേഴ്സ്. ഇവിടെ സീരീസ് കണക്ഷനിൽ വോൾട്ടേജ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് വ്യത്യാസമാണ്. എന്നാൽ പാരലൽ കണക്ഷനിൽ നമുക്ക് നോക്കാം. ദ പൊട്ടൻഷ്യൽ ഡിഫറൻസ് അക്രോസ് ഈച്ച് റെസിസ്റ്റർ വിൽ ബി ദ സെയിം. പൊട്ടൻഷ്യൽ ഡിഫറൻസ് വോൾട്ടേജ് പാരലൽ കണക്ഷനിൽ സെയിം ആണ്. സീരീസ് കണക്ഷനിൽ ഡിഫറൻ്റ് ആണ്, പാരലൽ കണക്ഷനിൽ സെയിം ആണ്. എന്നാൽ പാരലൽ കണക്ഷനിൽ ഈച്ച് റെസിസ്റ്റർ ക്യാൻ ബി കൺട്രോൾഡ് ബൈ യൂസിങ് സെപ്പറേറ്റ് സ്വിച്ചസ്. പാരലൽ കണക്ഷനിൽ ഓരോ റെസിസ്റ്ററിനും സെപ്പറേറ്റ് സ്വിച്ച് ഉപയോഗിച്ച് കൺട്രോൾ ചെയ്യാം. എന്നാൽ സീരീസ് കണക്ഷനിൽ ഈച്ച് റെസിസ്റ്റർ കനോട്ട് ബി കൺട്രോൾഡ് ബൈ സെപ്പറേറ്റ് സ്വിച്ച് ബിക്കോസ് ദ സർക്യൂട്ട് ഈസ് ബ്രോക്കൺ. സീരീസ് കണക്ഷനിൽ സെപ്പറേറ്റ് സ്വിച്ച് ഉപയോഗിച്ച് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. അങ്ങനെ കൺട്രോൾ ചെയ്യുകയാണെങ്കിൽ എന്ത് ചെയ്യും? സർക്യൂട്ട് കംപ്ലീറ്റ് ആകുന്നില്ല. അപ്പോൾ സീരീസ് കണക്ഷനിൽ
സെപ്പറേറ്റ് സ്വിച്ച് ഉപയോഗിച്ച് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. പാരലൽ കണക്ഷനിൽ സെപ്പറേറ്റ് സ്വിച്ച് ഉപയോഗിച്ച് കൺട്രോൾ ചെയ്യാം. അടുത്ത നമുക്ക് നോക്കാം. അടുത്ത ചില ക്വസ്റ്റ്യൻസ് ആണ്. വാട്ട് ഈസ് ദ കറണ്ട് ഇഫ് 12 ohm ആൻഡ് 4 ohm റെസിസ്റ്റേഴ്സ് ആർ കണക്റ്റഡ് ഇൻ പാരലൽ ആൻഡ് 12 volt പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഈസ് അപ്ലൈഡ്? ആൻസർ I ഈക്വൽ ടു 4 amps എന്ന് കിട്ടുന്നു. രണ്ട് രീതിയിൽ നമുക്ക് ചെയ്യാം. എങ്ങനെയായാലും ലാസ്റ്റ് ആൻസർ I ഈക്വൽ ടു 4 amps എന്ന് കിട്ടുന്നു. സെക്കൻഡ് ക്വസ്റ്റ്യൻ, 10 resistors of 2 ohm each are connected in parallel. Calculate the effective resistance. R equal to 2 ohm divided by 10 equal to 0.2 ohm. Next, heating effect of electricity uses. ഇവിടെ നൽകിയിരിക്കുന്ന ഉപകരണങ്ങളെല്ലാം ഹീറ്റിംഗ് എനർജി ഈസ് കൺവേർട്ടഡ് ഇൻറ്റു ഹീറ്റ് എനർജി. ഇലക്ട്രിക്കൽ എനർജി ഈസ് കൺവേർട്ടഡ് ഇൻറ്റു ഹീറ്റ് എനർജി. ഇലക്ട്രിക്കൽ എനർജി ഹീറ്റ് എനർജി ആക്കുന്ന ഉപകരണങ്ങളാണ് ഇവിടെ ചിത്രം 1.8 നൽകിയിരിക്കുന്നത്. ഒന്നാമത്തേത് സോൾഡറിങ് അയൺ, രണ്ടാമത്തേത് ഇലക്ട്രിക് ഹീറ്റർ, മൂന്നാമത്തേത് ഹീറ്റിംഗ് കോയിൽ. നെയിം ദ പാർട്ട് ഇൻ വിച്ച് ഇലക്ട്രിക്കൽ എനർജി ചേഞ്ചസ് ഇൻറ്റു ഹീറ്റ് എനർജി. ഇവിടെ ഇലക്ട്രിക്കൽ എനർജി ഹീറ്റ് എനർജിയാക്കി മാറ്റുന്നത് ഏത് ഭാഗമാണ്? ഹീറ്റിംഗ് കോയിലാണ്. ഹീറ്റിംഗ് കോയിലാണ് ഇലക്ട്രിക്കൽ എനർജിയെ ഹീറ്റ് എനർജിയാക്കി മാറ്റുന്നത്. വിച്ച് മെറ്റീരിയൽ ഈസ് യൂസ് ടു മേക്ക് ദിസ് പാർട്ട്? ഈ പാർട്ട് ഏത് മെറ്റീരിയൽ ഉപയോഗിച്ചാണ് നിർമ്മിച്ചിരിക്കുന്നത്? നിക്രോം എന്ന് പറയുന്നത് നിക്കൽ, ക്രോമിയം, ഇരുമ്പ് എന്നീ ലോഹങ്ങളുടെ സങ്കരമാണ്. വാട്ട് ആർ ദ പെക്യുലാരിറ്റീസ് ഓഫ് സച്ച് സബ്സ്റ്റൻസസ്? എന്തെല്ലാം സവിശേഷതകൾ? ഹൈ റെസിസ്റ്റിവിറ്റി, ഉയർന്ന റെസിസ്റ്റിവിറ്റി ഉണ്ട്. എബിലിറ്റി ടു റിമെയിൻ ഇൻ റെഡ് ഹോട്ട്, ചുട്ടുപഴുത്ത അവസ്ഥയിൽ നിൽക്കാൻ കഴിവുണ്ട്. ഇനി രണ്ടെണ്ണം നിങ്ങൾ എഴുതൂ. അതെ, ഹൈ മെൽറ്റിംഗ് പോയിന്റ്, ഉയർന്ന ദ്രവണാങ്കമുണ്ട്. അടുത്ത തെർമൽ എക്സ്പാൻഷൻ ഈസ് നെഗ്ലിജിബിൾ, താപീയ വികാസം കൂടുതലില്ല. അടുത്ത് നമുക്ക് നോക്കാം. അപ്ലയൻസസ് വിത്തൗട്ട് ഹീറ്റിംഗ് കോയിൽ. ഓയിൽ ഇല്ലാതെ ഹീറ്റാവുന്ന ഉപകരണങ്ങളാണ് ഇൻഡക്ഷൻ കുക്കറും മൈക്രോവേവ് ഓവനും. ഇവ രണ്ടും ഹീറ്റാകുന്നത് എഡ്ഡി കറണ്ട് ഉപയോഗിച്ചിട്ടാണ്. അടുത്തതായി സേഫ്റ്റി ഫ്യൂസ്. സേഫ്റ്റി ഫ്യൂസിൻ്റെ ഉപയോഗം എന്താണ്? സർക്യൂട്ടിൻ്റെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ് സേഫ്റ്റി ഫ്യൂസ് യൂസ് ചെയ്യുന്നത്. എന്തിൽ നിന്നൊക്കെയാണ് സേഫ്റ്റി നമുക്ക് വേണ്ടത്? ഓവർലോഡ് പ്രൊട്ടക്ഷൻ ആൻഡ് ഷോർട്ട് സർക്യൂട്ട് പ്രൊട്ടക്ഷൻ. ഷോർട്ട് സർക്യൂട്ടിൽ നിന്നും ഓവർലോഡിൽ നിന്നും സർക്യൂട്ടിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതാണ് സേഫ്റ്റി ഫ്യൂസ്. സേഫ്റ്റി ഫ്യൂസിൻ്റെ യൂസ് മനസ്സിലായോ? എന്തൊക്കെയാണ്? ഓവർലോഡിൽ നിന്നും ഷോർട്ട് സർക്യൂട്ടിൽ നിന്നും സർക്യൂട്ടിനെ പ്രൊട്ടക്റ്റ് ചെയ്യുക. ഇവിടെ കാണാം, മുൻകാലങ്ങളിൽ ഉപയോഗിച്ചിരുന്ന ക്ലേ കൊണ്ടുള്ള ഫ്യൂസാണ് ഇത്. ഇവിടെ ഫ്യൂസ് ബേസും ഫ്യൂസ് കാരിയറും കാണാം. ഇത് പഴയ കാലത്തുള്ള ഫ്യൂസാണ്. എന്നാൽ ഇത് ഇപ്പോഴത്തെ ഫ്യൂസാണ്, HRC ഫ്യൂസ്, ഹൈ റപ്ചറിങ് കപ്പാസിറ്റി ഫ്യൂസാണ് ഈ കാണുന്നത്. ഇപ്പോൾ ഇവിടെ ഒന്നാമത്തെ ചോദ്യം നമുക്ക് എഴുതാം. വിച്ച് ആർ ദ സർക്കംസ്റ്റൻസ് ദാറ്റ് കോസ് ഹൈ ഇലക്ട്രിക് കറണ്ട് ലീഡിങ് ടു ദ മെൽറ്റിംഗ് ഓഫ് ഫ്യൂസ് വയർ ഓർ ഷോർട്ട് സർക്യൂട്ട്? അതായത് ഫ്യൂസ് കട്ടാകാൻ, ഫ്യൂസ് ഉരുകിപ്പോകാനുള്ള രണ്ട് സാഹചര്യങ്ങളാണ്. ഒന്ന് ഓവർലോഡും മറ്റൊന്ന് ഷോർട്ട് സർക്യൂട്ടും. ഷോർട്ട് സർക്യൂട്ട് ആയാൽ ഫ്യൂസ് ഉരുകിപ്പോകും. സർക്യൂട്ടിൽ പരമാവധി നിശ്ചയിച്ചിരിക്കുന്നതിൽ നിന്നും കൂടുതൽ കറണ്ട് വോൾട്ടേജ് കടന്നു പോയാൽ ഫ്യൂസ് ഉരുകിപ്പോകും. ഹൗ ഈസ് ദ ഫ്യൂസ് വയർ കണക്റ്റഡ് ടു എ സർക്യൂട്ട്? ഒരു സർക്യൂട്ടിൽ ഫ്യൂസ് വയർ എങ്ങനെയാണ് കണക്ട് ചെയ്യുന്നത്? സർക്യൂട്ടിന് സീരീസ് ആയിട്ടാണ്. സർക്യൂട്ടിൻ്റെ ആരംഭത്തിൽ സീരീസ് ആയിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത് ഫ്യൂസ് വയർ. തേർഡ് ക്വസ്റ്റ്യൻ, യു നോ ദാറ്റ് അക്കോർഡിംഗ് ടു ജൂൾസ് ലോ more heat will be produced when electric current is increased. What happened to the fuse wire due to this? ജൂൾസ് ലോ അനുസരിച്ച് സർക്യൂട്ടിലെ കറണ്ട് ഇൻക്രീസ് ചെയ്താൽ ഹീറ്റും ഇൻക്രീസ് ചെയ്യുമെന്ന് പഠിച്ചു. അപ്പോൾ ഇതുമൂലം ഫ്യൂസ് വയറിന് എന്താണ് സംഭവിക്കുന്നത്? ഫ്യൂസ് വയർ മെൽറ്റായി പോകാൻ സാധ്യതയുണ്ട്. ഫ്യൂസ് വയർ മെൽറ്റായി പോകുന്നു. When heat is generated, why does the fuse wire melt? ഹീറ്റ് കൂടുമ്പോൾ ഫ്യൂസ് വയർ മെൽറ്റ് ആകാൻ കാരണം എന്താണ്? The melting point of fuse wire is ലോവർ ദാൻ ദാറ്റ് ഓഫ് അതർ മെറ്റൽസ്. മറ്റുള്ള മെറ്റൽസിനെ അപേക്ഷിച്ച് ഫ്യൂസ് വയറിന് മെൽറ്റിംഗ് പോയിന്റ് എന്താണ്? കൂടുതലായതിനാലാണ് വേഗം മെൽറ്റിംഗ് ആയി പോകുന്നത്. വെൻ ദ ഫ്യൂസ് വയർ മെൽറ്റ്സ് ദ സർക്യൂട്ട് ഈസ് ബ്രോക്കൺ. വാട്ട് ഹാപ്പൻ ടു ദ കറണ്ട് ഇൻ ദ സർക്യൂട്ട്? ഒരു സർക്യൂട്ടിലെ ഫ്യൂസ് വയർ മെൽറ്റായി പോയാൽ, ഫ്യൂസ് വയർ ഉരുകിപ്പോയാൽ ആ സർക്യൂട്ടിന് എന്ത് സംഭവിക്കും? സർക്യൂട്ടിലൂടെ കറണ്ട് പാസ് ചെയ്യത്തില്ല. വൈദ്യുത പ്രവാഹം എന്ത് ചെയ്യും? കറണ്ട് പാസ് ചെയ്യുന്നത് സ്റ്റോപ്പ് ആകും. ദ ഫ്ലോ ഓഫ് കറണ്ട് ഇൻ ദ സർക്യൂട്ട് ഈസ് stops simultaneously with the melting of fuse wire. Why is the fuse used in a circuit called safety? എന്തുകൊണ്ടാണ് സർക്യൂട്ടിലെ ഫ്യൂസിനെ സേഫ്റ്റി ഫ്യൂസ് എന്ന് പറയുന്നത്? ഷോർട്ട് സർക്യൂട്ടിൽ നിന്നും ഓവർലോഡിൽ നിന്നും സർക്യൂട്ടിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് കൊണ്ടാണ് നാം സേഫ്റ്റി ഫ്യൂസ് എന്ന് പറയുന്നത്. ഇവിടെ എന്താണ് ഷോർട്ട് സർക്യൂട്ട്, എന്താണ് ഓവർലോഡിങ് എന്ന് പറയുകയാണ്. ഷോർട്ട് സർക്യൂട്ട് എന്ന് പറയുന്നത് പോസിറ്റീവ് ടെർമിനലും നെഗറ്റീവ് ടെർമിനലും മറ്റ് ലോഡുകളൊന്നും ഇല്ലാതെ,
ഒരു ഡിവൈസും കണക്ട് ചെയ്യാതെ കണക്റ്റ് ആകുമ്പോഴാണ് ഷോർട്ട് സർക്യൂട്ട് ആകുന്നത്. ഓവർലോഡ് എന്ന് പറയുന്നത് ഒരു സർക്യൂട്ടിൽ പരമാവധി പവറിനേക്കാളും കൂടുതൽ പവർ കടന്നു വരുമ്പോഴാണ് ഓവർലോഡ് എന്ന് പറയുന്നത്. ഒരു സർക്യൂട്ടിൽ എത്രയാണോ നിശ്ചിത പവർ, അത്രയും പവർ ആയിരിക്കും മാക്സിമം കണക്ട് ചെയ്യാൻ കഴിയുന്നത്. അതിൽ കൂടുതൽ പവർ കണക്ട് ചെയ്താൽ ഓവർലോഡായി മാറുന്നു. ഫ്യൂസ് വയർ മെൽറ്റായി പോകുന്നു. വാട്ട് ഈസ് ഗേജ്? Gauge is the reciprocal of the diameter of a conductor. As the gauge increases, the thickness of the conductor decreases and hence the amperage also decreases. ഗേജ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് കണ്ടക്ടറിൻ്റെ, അതായത് വയറിൻ്റെ കനമാണ്. കണ്ടക്ടറിൻ്റെ കനമാണ് ഗേജ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. കണ്ടക്ടറിൻ്റെ കനം കുറയുന്നതിനനുസരിച്ച് ആംബിയറും കുറയുന്നു. കണ്ടക്ടറിൻ്റെ കനം കൂടുന്നതിനനുസരിച്ച് ആംബിയറും കൂടുന്നു. When a fuse wire is included in a household wiring, what are the precautions to be taken? Let's see. The ends of the wire must be connected firmly at appropriate points. The fuse wire should not project out of the carrier base. Use the fuse wire of proper amperage. Proper amperage ഉള്ള ഫ്യൂസും ഉപയോഗിക്കുക. എന്താണ് amperage? Ampere is the ratio of the power of an equipment to the voltage applied. ഒരു ഡിവൈസിൻ്റെ പവറും അതിൽ നൽകുന്ന വോൾട്ടേജും തമ്മിലുള്ള റേഷ്യോ ആണ് ആ ഉപകരണത്തിൻ്റെ ആംബിയർ. ഒരു കണ്ടക്ടറിൻ്റെ തിക്നെസ് കൂടുമ്പോൾ ആംബിയർ കൂടുന്നു. അടുത്ത് നമുക്ക് നോക്കാം ഇലക്ട്രിക് പവർ. വാട്ട് ഈസ് ഇലക്ട്രിക് പവർ? ദ എമൗണ്ട് ഓഫ് എനർജി കൺസ്യൂംഡ് ബൈ എ ഇലക്ട്രിക്കൽ അപ്ലയൻസസ് ഇൻ എ യൂണിറ്റ് ടൈം ഈസ് ഇറ്റ്സ് പവർ. എന്താണ് പവർ? ഒരു യൂണിറ്റ് ടൈമിൽ ഒരു ഇലക്ട്രിക്കൽ ഡിവൈസ് ഉപയോഗിക്കുന്ന എനർജിയാണ് അതിൻ്റെ പവർ എന്ന് പറയുന്നത്. ദ എമൗണ്ട് ഓഫ് എനർജി കൺസ്യൂംഡ് ബൈ ആൻ ഇലക്ട്രിക്കൽ അപ്ലയൻസസ് ഇൻ യൂണിറ്റ് ടൈം ഈസ് ഇറ്റ്സ് പവർ. ഇവിടെ ഒരു ചോദ്യമുണ്ട്. യു മൈറ്റ് ഹാവ് നോട്ടീസ് ദ മാർക്കിംഗ് ഓഫ് 500 വാട്ട് ഓൺ എ ഇലക്ട്രിക്കൽ അപ്ലയൻസസ്. വാട്ട് ഡസ് ഇറ്റ് ഇൻഡിക്കേറ്റ്? ഇവിടെ 500 വാട്ടെന്ന് ഒരു ഉപകരണത്തിൽ എഴുതിയിരിക്കുന്നു. അതെന്താണ് ഉദ്ദേശിക്കുന്നത്? എന്താണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? അതെ, ആ ഉപകരണത്തിൻ്റെ പവറാണ്. ഇറ്റ് ഇൻഡിക്കേറ്റ്സ് ദ പവർ ഓഫ് ദ ഇൻസ്ട്രുമെൻറ്റ്. ദ എമൗണ്ട് ഓഫ് എനർജി കൺസ്യൂംഡ് ബൈ ആൻ ഇലക്ട്രിക്കൽ അപ്ലയൻസ് ഇൻ യൂണിറ്റ് ടൈം ഈസ് ഇറ്റ്സ് പവർ. വാട്ട് ഇസ് ദ യൂണിറ്റ് ഓഫ് പവർ? പവറിൻ്റെ യൂണിറ്റ് എന്താണ്? വാട്ട്. W എന്ന ലെറ്റർ കൊണ്ട് ഇൻഡിക്കേറ്റ് ചെയ്യുന്നു. കാൽക്കുലേറ്റ് യൂസിങ് പവർ. P ഈസ് ഈക്വൽ ടു വർക്ക് ബൈ ടൈം. യൂണിറ്റ് വാട്ട്. നമുക്ക് പവർ കാൽക്കുലേറ്റ് ചെയ്യാം. H ഈസ് ഈക്വൽ ടു I²RT. ഓംസ് ലായിൽ അപ്ലൈ ചെയ്യുമ്പോൾ I ഈസ് ഈക്വൽ ടു V/R. H ഈസ് ഈക്വൽ ടു I²RT. P ഈസ് ഈക്വൽ ടു I²R എന്ന് കിട്ടുന്നു. ഓംസ് ലായിൽ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ I ഈസ് ഈക്വൽ ടു V/R എന്ന് കിട്ടുന്നു. ലാസ്റ്റ് P ഈസ് ഈക്വൽ ടു V²/R എന്ന് ലഭിക്കുന്നു. രണ്ട് രീതിയിൽ നോക്കിയാലും ഉത്തരം ഒന്നായിരിക്കും. P ഈസ് ഈക്വൽ ടു I²R. നമുക്ക് നോക്കാം. I ഇൻറ്റു V/I ഈസ് ഈക്വൽ ടു VI എന്ന് കിട്ടും. പവർ P ഈസ് ഈക്വൽ ടു VI. യൂണിറ്റ് വാട്ട്. ചോദ്യങ്ങൾ നമുക്ക് നോക്കാം. ആൻ അപ്ലയൻസ് ഓഫ് പവർ 540 വാട്ട് ഈസ് യൂസ്ഡ് ഇൻ എ ബ്രാഞ്ച് സർക്യൂട്ട് ഇഫ് ദ വോൾട്ടേജ് ഈസ് 230 വോൾട്ട്. വാട്ട് ഈസ് എ ആംബിയറേജ്? ആംബിയർ ഈസ് ഈക്വൽ ടു വാട്ട് ബൈ W/V. I is equal to W/V equal to 540 divided by 230 equal to 2.34 amps. Amperage കിട്ടി 2.4 amps. Second question. A heating appliance has a resistance of 150 ohm. If 2 amps current flows through it, what is the power of the appliance? 460 watt എന്ന് കിട്ടുന്നു. Third question ആൻസർ നമുക്ക് ചെയ്യേണ്ടതാണ്. A current of 0.4 amps flows through an electric bulb working at 230 volt. What is the power of the bulb? ആൻസർ എഴുതാം. വോൾട്ടേജ് 230 വോൾട്ട്. I ഈസ് ഈക്വൽ ടു 4 ആംസ്. P ഈസ് ഈക്വൽ ടു VI. P ഈസ് ഈക്വൽ ടു 230 × 4 92 വാട്ട്. നമ്മൾ ഒന്നാമത് പഠിച്ചു കഴിഞ്ഞു ഹീറ്റിംഗ് എഫക്റ്റ് ഓഫ് ഇലക്ട്രിക് കറണ്ട്. രണ്ടാമത്തെ നമ്മൾ പഠിക്കുവാൻ പോവുകയാണ് ലൈറ്റിംഗ് എഫക്റ്റ് ഓഫ് ഇലക്ട്രിക് കറണ്ട്. ഇലക്ട്രിക് കറണ്ടിൻ്റെ ഹീറ്റിംഗ് എഫക്റ്റ് പഠിച്ചു. അടുത്ത് ഇലക്ട്രിക് കറണ്ടിൻ്റെ ലൈറ്റിംഗ് എഫക്റ്റ്. വിവിധ തരം ബൾബുകളുണ്ട്. ബൾബുകളിൽ പ്രകാശത്തിന് ഉപയോഗിക്കുന്നതാണ് ടങ്സ്റ്റൺ ഫിലമെൻറ്റ്. ഗ്ലാസ് കവറ്, കോപ്പർ വയർ, ടങ്സ്റ്റൺ ഫിലമെൻ്റ് ആണ് പ്രകാശത്തിന് ഉപയോഗിക്കുന്നത്. ഇൻകാൻഡസൻ്റ് ലാമ്പുകളാണ്. ഇൻകാൻഡസൻ്റ് ലാമ്പുകളിൽ പ്രകാശം നൽകുന്നത് ടങ്സ്റ്റൺ ഫിലമെൻ്റ് ചുട്ടുപഴുത്തിട്ടാണ്, ചൂട് കൂടിയിട്ടാണ് ഇത് പ്രകാശം നൽകുന്നത്. ഇത് വായുമായി സമ്പർക്കത്തിലേർപ്പെട്ട് ടങ്സ്റ്റൺ ഫിലമെൻ്റ് പൊട്ടിപ്പോകാതിരിക്കാനായി ബൾബിനകത്തെ വായു നീക്കം ചെയ്യും. ഇപ്പോൾ ബൾബുകളിൽ സാധാരണയായി നൈട്രജൻ വാതകം നിറയ്ക്കുന്നു. ഇവിടെ ചോദ്യങ്ങൾ നമുക്ക് നോക്കാം. എന്തുകൊണ്ടാണ് നൈട്രജൻ ഉപയോഗിക്കുന്നത്? At normal temperature and pressure, nitrogen behave like an. Why is the bulb filled with an inert gas or nitrogen? എന്തുകൊണ്ടാണ് ബൾബിനുള്ളിൽ ഇനർട്ട് ഗ്യാസ് അല്ലെങ്കിൽ നൈട്രജൻ ഫില്ല് ചെയ്യുന്നത്? To prevent the vaporization of filament.
ഫിലമെൻറ്റ് പൊട്ടിപ്പോകാതിരിക്കാനാണ് ഉപയോഗിക്കുന്നത്. വാട്ട് പ്രോപ്പർട്ടീസ് ഓഫ് ടങ്സ്റ്റൺ മേക്ക് ഇറ്റ് സ്യൂട്ടബിൾ ഫോർ ബീയിങ് യൂസ്ഡ് ആസ് എ ഫിലമെൻറ്റ്? ടങ്സ്റ്റൺ ഫിലമെൻ്റായി ഉപയോഗിക്കാനുള്ള സവിശേഷതകൾ എന്തൊക്കെയാണ്? ഹൈ റെസിസ്റ്റിവിറ്റി, ഹൈ മെൽറ്റിംഗ് പോയിന്റ്, ഹൈ ഡക്റ്റിലിറ്റി, എബിലിറ്റി ടു എമിറ്റ് വൈറ്റ് ലൈറ്റ്. അടുത്ത ക്വസ്റ്റ്യൻ ആണ്, നിക്രോം ഈസ് നോട്ട് യൂസ്ഡ് ആസ് എ ഫിലമെൻറ്റ് ഇൻ ഇൻകാൻഡസെന്റ് ലാമ്പ്. വൈ? ഇറ്റ് ക്യാൻ റിമെയിൻ ഓൺലി ഇൻ റെഡ് ഹോട്ട് കണ്ടീഷൻ ബട്ട് ഇറ്റ് കനോട്ട് ഗിവ് ലൈറ്റ്. നിക്രോം വയറുകൾക്ക് ചുട്ടുപഴുത്ത അവസ്ഥയിൽ നിൽക്കുവാനേ പ്രകാശം നൽകാൻ കഴിയില്ല. ടച്ച് എ ഫിലമെന്റ് ലാമ്പ് ആഫ്റ്റർ ഇറ്റ് ഹാസ് ബീൻ ലിറ്റ് ഫോർ എ ഷോർട്ട് പീരീഡ് ഓഫ് ടൈം. വാട്ട് ഡു യു ഫീൽ? ഹീറ്റ് എഫക്ട് ചെയ്യുന്നു. ഹീറ്റ് ഈസ് എക്സ്പീരിയൻസ്ഡ്. ചൂട് അനുഭവപ്പെടുന്നു. എ മേജർ പാർട്ട് ഓഫ് ദ ഇലക്ട്രിക്കൽ എനർജി സപ്ലൈഡ് ടു ആൻ ഇൻകാൻഡസെന്റ് ലാമ്പ് ഈസ് ലോസ്റ്റ് ആസ് ഹീറ്റ്. ഹെൻസ് ദ എഫിഷ്യൻസി ഓഫ് ദീസ് ഡിവൈസ് ഈസ് ലെസ്. ഇൻകാൻഡസെന്റ് ലാമ്പുകളിൽ ഹീറ്റ് എനർജി ആയിട്ടാണ് കൂടുതലും കറണ്ട് നഷ്ടപ്പെടുന്നത്. ഇൻകാൻഡസെന്റ് ലാമ്പുകൾക്ക് എഫിഷ്യൻസി, കാര്യക്ഷമതയും പ്രവർത്തനക്ഷമതയും കുറവാണ്. എഫിഷ്യൻസി കുറവാണ്. വാട്ട് ആർ ദ അതർ ടൈപ്പ് ഓഫ് ലാമ്പ്സ്? മറ്റുള്ള ലാമ്പുകൾ ഏതൊക്കെയാണ്? ഡിസ്ചാർജ് ലാമ്പ്, ഫ്ലൂറസെന്റ് ലാമ്പ്. മറ്റ് ലാമ്പുകൾ നമുക്ക് എഴുതാം. ആർക്ക് ലാമ്പ്, CFL, LED. ഡിസ്ചാർജ് ലാമ്പ്സ്, ഇവിടെ നമുക്ക് ചില ബൾബുകൾ കാണാം. സോഡിയം വേപ്പർ ലാമ്പ്, ആർക്ക് ലാമ്പ്, ഫ്ലൂറസെന്റ് ലാമ്പ്, CFL. ഇന്ന് ഏറ്റവും കൂടുതലായി ഉപയോഗിക്കുന്നത് ഇവയൊന്നുമല്ല, LED ലാമ്പുകളാണ് കൂടുതലായി ഉപയോഗിക്കുന്നത്. അടുത്ത 2-3 ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. വാട്ട് ആർ ദ അഡ്വാൻറ്റേജസ് ഓഫ് യൂസിങ് ഡിസ്ചാർജ് ലാമ്പ്സ് ഇൻസ്റ്റീഡ് ഓഫ് ഇൻകാൻഡസെന്റ് ലാമ്പ്സ്? ഇൻകാൻഡസെന്റ് ലാമ്പുകൾക്ക് പകരം ഡിസ്ചാർജ് ലാമ്പുകൾ ഉപയോഗിക്കുന്നത് കൊണ്ടുള്ള അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ്? ലോസ് ഓഫ് ഇലക്ട്രിസിറ്റി ഇൻ ദ ഫോം ഓഫ് ഹീറ്റ് ഈസ് ലെസ്. മോർ ലൈഫ് സ്പാൻ, നോ ഷാഡോ ഫോർമേഷൻ, മോർ light is obtained, less consumption of electricity. What are the factors to be considered when you select a bulb? ഒരു ബൾബ് സെലക്ട് ചെയ്യുമ്പോൾ എന്തൊക്കെ ഫാക്ടേഴ്സ് ആണ് നാം നോക്കുന്നത്? എഫിഷ്യൻസി, എനർജി കൺസപ്ഷൻ, ലോ എനർജി ലോസ്, ലെസ് എൻവയോൺമെന്റൽ പൊല്യൂഷൻ. വിച്ച് ആർ ദ ലാംപ്സ് ദാറ്റ് ആർ മോസ്റ്റ്ലി യൂസ്ഡ്? വൈ? ഏത് ലാമ്പുകളാണ് കൂടുതൽ ഉപയോഗിക്കുന്നത്? എന്തുകൊണ്ട്? LED ലാമ്പുകളാണ് കൂടുതൽ ഉപയോഗിക്കുന്നത്. ലോ എനർജി കൺസപ്ഷൻ, ലോ എനർജി ലോസ്, ലെസ് എൻവയോൺമെന്റൽ പൊല്യൂഷൻ. അടുത്തത് LED ബൾബ്, ലൈറ്റ് എമിറ്റിംഗ് ഡയോഡ്സ്. എന്തൊക്കെയാണ് പ്രത്യേകതകൾ? LEDs ആർ ലൈറ്റ് എമിറ്റിംഗ് ഡയോഡ് സിൻസ് ദർ ഈസ് നോ മെർക്കുറി. മറ്റ് കാര്യങ്ങൾ എഴുതാം. വെരി സ്മോൾ ആണ്, ചെറുതാണ്. നോ ഫിലമെന്റ്സ്, ഫിലമെന്റ് ഇല്ല. ഇറ്റ് റിക്വയർസ് ഓൺലി സ്മാൾ എമൗണ്ട് ഓഫ് പവർ, കുറച്ച് പവർ മാത്രം മതി. അടുത്ത നമുക്ക് നോക്കാം LED ബൾബുകളുടെ ഉപയോഗം. LED ബൾബുകൾ, അവയുടെ ഉപയോഗവും പാർട്സ് ഓഫ് LED ബൾബ്, LED ബൾബുകളുടെ പാർട്സുകളും അവയുടെ ഉപയോഗവും ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഒരു LED ബൾബിൻ്റെ ഇന്റേണൽ പാർട്സ് ഇവിടെ നൽകിയിട്ടുണ്ട്. അതർ നെസസറി ടൂൾസ് റിക്വയർഡ് ടു കൺസ്ട്രക്ട് ആൻ LED ബൾബ്. ഒരു LED ബൾബ് നിർമ്മിക്കുവാൻ ആവശ്യമായ ഘടകങ്ങൾ എന്തൊക്കെയാണ്? ഇൻസുലേഷൻ ടാപ്പ്, പ്ലയേഴ്സ്, ഹീറ്റ് സിങ്ക് കോമ്പൗണ്ട്, വയർ സ്ട്രിപ്പർ, സോൾഡറിംഗ് അയൺ, സോൾഡർ ലെഡ്, സോൾഡറിംഗ് വാക്സ്. കൺസ്ട്രക്ഷൻ നോക്കി വായിച്ച് മനസ്സിലാക്കുക. അടുത്തതായി റിപ്പയറിംഗ് ദ ഡാമേജസ് ഇൻ ദ LED ബൾബ്സ്. LED ബൾബുകളുടെ കേടുപാടുകൾ തീർക്കുന്നത് എങ്ങനെയാണെന്ന് വായിച്ച് മനസ്സിലാക്കുക, അതും നോക്കുക. ദ മെയിൻ കോമ്പണൻസ് ഓഫ് ദ LED ബൾബ്: റെക്ടിഫയർ, ലോഡ് റെസിസ്റ്റർ, ഫിൽറ്റർ കപ്പാസിറ്റർ, LED ചിപ്പ്, ഹീറ്റ് സിങ്ക്. ഇവിടെ ചില ടൂൾസുകൾ നൽകിയിട്ടുണ്ട്. സോൾഡറിംഗ് അയൺ, മൾട്ടിമീറ്റർ, ടെസ്റ്റർ, സ്ക്രൂ ഡ്രൈവർ, LED ചിപ്പ്, നോസ് പ്ലെയർ, ട്യൂസർ. Find out which of the following part are damaged in the LED bulb and replace them with new one. ഇവിടെ താഴെ നൽകിയിരിക്കുന്നതിൽ ഏതാണ് ഫോൾട്ട് എന്ന് നോക്കി റീപ്ലേസ് ചെയ്യാനാണ് പരീക്ഷണങ്ങളാണ്. റെക്ടിഫയർ ഉണ്ടാകും, ലോഡ് റെസിസ്റ്റർ ഉണ്ടാകും, ഫിൽറ്റർ കപ്പാസിറ്റർ ഉണ്ടാകും, LED ചിപ്പ് ഉണ്ടാകും. ഹൗ ക്യാൻ ദ LED ബൾബ്സ് ബി ഡിസ്പോസ്ഡ് ഓഫ് സയന്റിഫിക്കലി? LED ബൾബുകൾ നാം വലിച്ചെറിയാൻ പാടില്ല. അത് പ്ലാസ്റ്റിക്, ഇലക്ട്രോണിക്, മെറ്റൽ കോമ്പണൻസ് ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്ത് നാം റീയൂസ് ചെയ്യുന്നവരിലേക്ക് എത്തിക്കുകയാണ് ചെയ്യേണ്ടത്. ഡിസ്പോസൽ ചെയ്യുന്നവരിലേക്ക് എത്തിക്കുക, അവർ ഡിസ്പോസ് ചെയ്യുന്നു. ഇവിടെ ലാസ്റ്റ് കോഡ്സ് കാണാം. എനർജി സേവ്ഡ് ഈസ് ഈക്വലന്റ് ടു എനർജി പ്രൊഡ്യൂസ്ഡ്. എനർജി സംരക്ഷിക്കുന്നത് എനർജി നിർമ്മിക്കുന്നതിന് തുല്യമാണ്. ലെറ്റസ് അസസ്, വിലയിരുത്താം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ: ഫ്യൂസ് വയർ ഈസ് ടു ബി യൂസ്ഡ് ബൈ അണ്ടർസ്റ്റാൻഡിംഗ് ദ ആംപിയറേജ് കറക്റ്റ്ലി. റൈറ്റ് ഡൗൺ ദ ആംപിയറേജ് ഓഫ് ദ fuse wire that are currently available in the market. Fuse wire of suitable amperage should be selected. Amperage is the ratio of the power of an equipment to the voltage applied. Amperage increases with the thickness of the conductor. Thick wire take more time to melt due to the high current flow. The circuit may be damaged. If thin wire is used, resistance is increased and hence current is reduced. The available fuse is 0.1 amps, 0.2 amps, 0.5 amps, 1.5 amps, 3 amps, 5 amps. Second question: 230 വോൾട്ടുള്ള സപ്ലൈയുമായി ഒരു ഉപകരണത്തെ കണക്ട് ചെയ്തപ്പോൾ ആ
ഡിവൈസിലൂടെ 0.5 ആംപിയർ കറണ്ട് പാസ് ചെയ്യുന്നെങ്കിൽ സർക്യൂട്ടിലൂടെ 5 മിനിറ്റ് വൈദ്യുതി പാസ് ചെയ്തപ്പോഴുള്ള ചാർജ് എത്രയാണ്? Q is equal to IT. 0.5 into 5 into 60 equal to 150 C. How much is the resistance of the circuit? സർക്യൂട്ടിലെ റെസിസ്റ്റൻസ് എത്ര? R equal to V by I equal to 230 by 0.5 equal to 460 ohm. Calculate the quantity of heat generated when current flows in the circuit of 5 minutes. സർക്യൂട്ടിലൂടെ 5 മിനിറ്റ് കറണ്ട് പാസ് ചെയ്താൽ ഹീറ്റിന്റെ അളവ് H is equal to I square RT equal to 34,500 ജൂൾ എന്ന് കിട്ടുന്നു. D. സർക്യൂട്ടിലെ റെസിസ്റ്റൻസ് മാറ്റിയാൽ ഡിവൈസിന്റെ പവർ എത്ര? P is equal to VI equal to 230 into 0.5 watt equal to 115 watt. Third question. According to Joule's law, the heat generated due to the flow of current is H is equal to I square RT. Will the heat developed increasing the resistance without changing the voltage? Explain. വോൾട്ടേജിൽ വ്യത്യാസം വരുത്താതെ റെസിസ്റ്റൻസ് കൂട്ടിയാൽ ഹീറ്റ് കൂടുമോ? വിശദീകരിക്കാം. എന്താണ്? ഹീറ്റ് വർദ്ധിക്കില്ല, ഹീറ്റ് ഡിക്രീസ് ആകും. H is directly proportional to I by R. Fourth question. ഈ ടേബിൾ ഫില്ല് ചെയ്ത് ABC എന്നീ 3 ഓപ്ഷൻ ആൻസർ എഴുതുക. ഓപ്പറേറ്റിംഗ് വോൾട്ടേജ് തന്നിട്ടുണ്ട്, റെസിസ്റ്റൻസ് ഓഫ് ദി ഡിവൈസ് തന്നിട്ടുണ്ട്, കറണ്ട് ഫ്ലോയിങ് ഇൻ ദി ഡിവൈസ് കണ്ടെത്തുക, ഹീറ്റ് ജനറേറ്റഡ് പെർ സെക്കൻഡ് കണ്ടെത്തുക, പവർ ഗിവൺ ബൈ ദി ഡിവൈസ് കണ്ടെത്തുക, റീസൺ ഫോർ ദ ചേഞ്ച് ഇൻ പവർ. ഒന്നാമത്തെ റോ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ലാസ്റ്റത്തെ ഒരെണ്ണം റീസൺ ഫോർ ദ ചേഞ്ച് ഓഫ് പവർ. റെസിസ്റ്റൻസിലെ വ്യത്യാസമാണ് ഡിഫറൻസ് റെസിസ്റ്റൻസ്. രണ്ടാമത്തെ റോ നോക്കാം. വോൾട്ടേജ് 230 വോൾട്ട് 115 ഓം. കറണ്ട് ഫ്ലോയിങ് ഇൻ ദ ഡിവൈസ് I is equal to V by R നോക്കിയാൽ 2 amps എന്ന് കിട്ടുന്നു. H is equal to V into I into T 460 ജൂൾ. P is equal to V into I അല്ലെങ്കിൽ P is equal to H by T യൂസ് ചെയ്താൽ 460 വാട്ട് എന്ന് കിട്ടുന്നു. റെസിസ്റ്റൻസിലെ ഡിഫറൻസ് ആണ്, ഡിഫറൻസ് ഇൻ റെസിസ്റ്റൻസ്. നെക്സ്റ്റ് റോ നോക്കാം. കറണ്ട് ഫ്ലോയിങ് ഇൻ ദി ഡിവൈസ് 1 ആംപിയർ. Heat generated per second 230 joule. Power given by the device 230 joule. Reason for the change in power, difference in resistance. Next, current flowing in the device 2 amps. Heat generated per second 230 joule. Power given by the device 230 joule. Reason for the change in power, voltage, difference in voltage. Current flowing in the device 8 amps. Heat generated per second 3680 joule. Power given by the device 3680 joule. Reason for the change in power, difference in voltage. എല്ലാവരും ഇത് ചെയ്ത് നോക്കുക, ആൻസർ കിട്ടുന്നുണ്ടോ എന്ന്. A. How does the voltage under which a device works affect its functioning? As voltage increases, power increases. വോൾട്ടേജ് കൂടുമ്പോൾ പവറും കൂടുന്നു. What change happens to power on increasing the resistance without changing the voltage? വോൾട്ടേജിൽ മാറ്റം വരുത്താതെ റെസിസ്റ്റൻസ് കൂട്ടിയാൽ പവറിന് എന്ത് മാറ്റം ഉണ്ടാകും? പവർ കുറയുന്നു, പവർ ഡിക്രീസസ്. വാട്ട് ചേഞ്ച് ഈസ് ടു ബി ബ്രോട്ട് അബൌട്ട് ഇൻ ദ കൺസ്ട്രക്ഷൻ ഓഫ് ഹൗസ് ഹോൾഡ് ഹീറ്റിംഗ് ഡിവൈസസ് ഇൻ ഓർഡർ ടു ഇൻക്രീസ് ദെയർ പവർ? യൂസ് തിക്ക് വയർ, യൂസ് കണ്ടക്ടർ ഓഫ് സ്യൂട്ടബിൾ മെറ്റീരിയൽ, യൂസ് കണ്ടക്ടർ ഓഫ് സ്മോൾ ലെങ്ത്. ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ. കംപ്ലീറ്റ് ദ ടേബിൾ. ഫസ്റ്റ് റോ വാട്ടർ ഹീറ്റർ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. സെക്കൻഡ് റോ എയർ കണ്ടീഷൻ. ഓപ്പറേറ്റിംഗ് വോൾട്ടേജ് ഉണ്ട്, പവർ ഓഫ് ദ ഡിവൈസ് ഇല്ല. കറണ്ട് ത്രൂ ദ സർക്യൂട്ട് ഉണ്ട്. അപ്പോൾ നമുക്ക് പവർ കണ്ടുപിടിക്കാം. എത്ര കിട്ടുന്നു? 3335 വാട്ട് എന്ന് കിട്ടുന്നു. ദ ആംബിയറേജ് നമുക്ക് നോക്കാം. 15 amps എന്ന് കിട്ടുന്നു. ടെലിവിഷന്റെ ഓപ്പറേറ്റിംഗ് വോൾട്ടേജ് ഉണ്ട്, പവർ ഓഫ് ദ ഡിവൈസ് ഉണ്ട്, കറണ്ട് ത്രൂ ദ സർക്യൂട്ട് I is equal to P by V കണ്ടെത്തുക. 0.25 amps എന്ന് കിട്ടുന്നു. ദ ആംബിയറേജ് ഓഫ് ദി ഫ്യൂസ് 0.3 amps എന്ന് കിട്ടുന്നു. കമ്പ്യൂട്ടർ അഥവാ ലാപ്ടോപ്പ് ഓപ്പറേറ്റിംഗ് വോൾട്ടേജ് ഉണ്ട്, കറണ്ട് ത്രൂ ദ സർക്യൂട്ട് 0.125 amps എന്ന്. പവർ ഓഫ് ദി ഡിവൈസ് കണ്ടെത്തുക. 28.75 വാട്ട് എന്ന് കിട്ടുന്നു. ആംബിയറേജ് ഓഫ് ദി ഫ്യൂസ് 0.2 amps എന്ന് കിട്ടുന്നു. B. The amperage of the fuse wire used in a circuit that works on 230 volt is 2.2 ampere. If so, the power of the device is ഏതായിരിക്കും? അതെ, ബിറ്റ്വീൻ 500 watt ആൻഡ് 510 watt. തേർഡ് ആണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സിക്സ്ത്. വാട്ട് ഈസ് ദ കറണ്ട് ഫ്ലോയിങ് ത്രൂ ദ ബൾബ്? I equal to P by V equal to 115 by 230 equal to 0.2 amps. B. 10 മിനിറ്റിനുള്ളിൽ ബൾബിലൂടെ പാസ് ചെയ്ത ഇലക്ട്രിക് ചാർജ് എത്ര? Q equal to I into T 0.5 into 10 into 60 300 C. ക്വസ്റ്റ്യൻ നമ്പർ 7. ഒരു ഇലക്ട്രിക് ഹീറ്ററിൽ 60 വോൾട്ട് നൽകുമ്പോൾ 4 ആംപിയർ കറണ്ട് പാസ് ചെയ്യുന്നു. അങ്ങനെയെങ്കിൽ 120 വോൾട്ട് ആയാൽ എത്ര കറണ്ട് പാസ് ചെയ്യും? നോക്കാം. I equal to V by R equal to 120 by 15 equal to 8 amps.
ക്വസ്റ്റ്യൻ ഈസിയാണ്. അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 8. 2 ഓം 3 ഓം 6 ഓം ഇവ ഉപയോഗിച്ച് പരമാവധി യൂസ് ചെയ്യാവുന്ന ഹയർ റെസിസ്റ്റൻസ് എത്രയാണ് നോക്കാം. R = R1 + R2 + R3 = 2 + 3 + 6 = 11 ഓം. ബി ഈ 3 റെസിസ്റ്റൻസ് ഉപയോഗിച്ച് നിർമ്മിക്കാവുന്ന ഏറ്റവും കുറഞ്ഞ റെസിസ്റ്റൻസ് എത്ര? 1 ഓം എന്ന് കിട്ടുന്നു. ചെയ്ത് നോക്കുക. സി ഇവ മൂന്നും ഉപയോഗിച്ച് 4.5 ഓം റെസിസ്റ്റൻസ് തയ്യാറാക്കാൻ കഴിയുമോ? യെസ്, കഴിയും. ഈ രീതിയിൽ കണക്ട് ചെയ്താൽ നമുക്ക് 4.5 ഓം റെസിസ്റ്റൻസ് കിട്ടും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 9th. ഒരു കുട്ടിയുടെ പക്കൽ കുറെ 2 ഓം റെസിസ്റ്ററുകൾ ഉണ്ട്. കുട്ടിക്ക് 9 ഓം റെസിസ്റ്റൻസ് കിട്ടുന്ന സർക്യൂട്ട് തയ്യാറാക്കണം. നമുക്ക് തയ്യാറാക്കിയാലോ? അതെ, ഈ രീതിയിൽ കണക്ട് ചെയ്താൽ 9 ഓം റെസിസ്റ്റൻസ് കിട്ടും. 2, 4, 6, 8, 9. ക്വസ്റ്റ്യൻ നമ്പർ 10. ഇവിടെ ഒരു ഫിലമെന്റ് ഉണ്ട്. ഈ ഫിലമെന്റ് പൊട്ടിപ്പോയി. പൊട്ടിയ ഫിലമെന്റ് പിന്നെയും ചേർത്ത് ജോയിന്റ് ചെയ്താൽ പ്രകാശം കൂടുതൽ ലഭിക്കുമോ? ഇന്റൻസിറ്റി ഓഫ് ബൾബ് പവർ ഇൻക്രീസസ്. ബൾബിന്റെ പ്രകാശവും കൂടുന്നു, ബൾബിന്റെ പവറും കൂടുന്നു. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഡസ് നോട്ട് ഇൻഡിക്കേറ്റ് ദ പവർ ഓഫ് എ സർക്യൂട്ട്? 3 ആണ്. 1R². ക്വസ്റ്റ്യൻ നമ്പർ 12. How much will be the power of a 220 volt 100 watt electric bulb working at 110 volt? Answer D ആണ് 25 watt. Question number 13. Which of the following should be connected in parallel to a device in a circuit? Answer voltmeter. സർക്യൂട്ടിൽ പാരലൽ ആയി കണക്ട് ചെയ്യുന്നത് ഏതാണ്? അത് വോൾട്ട് മീറ്റർ ആണ്. അമീറ്റർ സീരീസ് ആയിട്ടാണ് കണക്ട് ചെയ്യുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 14. When a 12 volt battery is connected to resistor, 2.5 milliampere current flows through the circuit. If so, what is the resistance of a resistor? Answer R = V/I = 4800 ohm എന്ന് ആൻസർ കിട്ടുന്നു. ക്വസ്റ്റ്യൻ നമ്പർ 15. ഒരു 9 വോൾട്ട് ബാറ്ററിയിൽ 0.2 ഓം 0.3 ഓം 0.4 ഓം 0.5 ഓം 12 ഓം എന്നീ റെസിസ്റ്ററുകൾ പാരലലായി കണക്ട് ചെയ്താൽ 12 ഓം റെസിസ്റ്ററിലൂടെയുള്ള കറണ്ട് എത്രയായിരിക്കും? I = V/R = 9/12 = 0.75 ആംപിയർ എന്ന് കിട്ടും. ക്വസ്റ്റ്യൻ നമ്പർ 16. 230 വോൾട്ട് സപ്ലൈയിൽ 5 ആംപിയർ കറണ്ട് പാസ് ചെയ്യുന്നതിന് 176 ഓം റെസിസ്റ്റൻസ് ഉള്ള എത്ര റെസിസ്റ്റേഴ്സിനെ പാരലലായി കണക്ട് ചെയ്യണം? എത്ര റെസിസ്റ്റേഴ്സിനെ പാരലലായി കണക്ട് ചെയ്യണം? 4 റെസിസ്റ്റേഴ്സിനെ പാരലലായി കണക്ട് ചെയ്യണം. ക്വസ്റ്റ്യൻ നമ്പർ 17. ഇവിടെ 3 റെസിസ്റ്റേഴ്സ് ഉണ്ട്. 3 റെസിസ്റ്റേഴ്സിനെ ഏത് രീതിയിൽ കണക്ട് ചെയ്താൽ 9 ഓം കിട്ടും? ഏത് രീതിയിൽ കണക്ട് ചെയ്താൽ 4 ഓം കിട്ടും? നമുക്ക് നോക്കാം. ഒന്നാമത്തത് 9 ഓം കിട്ടുന്നത് ഒരു 6 ഓം റെസിസ്റ്ററിനെ സീരീസ് ആയും 2 6 ഓം റെസിസ്റ്ററിന് പാരലായും കണക്ട് ചെയ്താൽ 9 ഓം റെസിസ്റ്റർ കിട്ടും. 6 + 3. സെക്കൻഡ് 4 ഓം റെസിസ്റ്ററിന് 2 6 ഓം റെസിസ്റ്ററിന് സീരീസ് ആയി കണക്ട് ചെയ്തിട്ട് 2നും അക്രോസ് ആയി പാരലായി ഒരു 6 ഓം റെസിസ്റ്ററിനെ കണക്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് 4 ഓം റെസിസ്റ്റൻസ് കിട്ടുന്നു. നെക്സ്റ്റ് എക്സ്റ്റെൻഡഡ് ആക്ടിവിറ്റീസ്, തുടർ പ്രവർത്തനങ്ങൾ നമുക്ക് നോക്കാം. ഒരു മൈക്രോവേവ് ഓവൻ്റെ പ്രവർത്തനം വിശദീകരിക്കുക. മൈക്രോവേവിൻ്റെ പ്രവർത്തനം നിങ്ങൾ ഇതുപോലെ എഴുതി തയ്യാറാക്കുക. സെക്കൻഡ് ക്വസ്റ്റ്യൻ. ഹൗ ഡസ് ആൻ ആർക്ക് ലാമ്പ് ഹെൽപ്പ് ഇൻ റെസ്ക്യൂ ഓപ്പറേഷൻസ്? രക്ഷാപ്രവർത്തനങ്ങൾക്ക് ആർക്ക് ലാമ്പ് എങ്ങനെയാണ് സഹായകരമാകുന്നത്? ഇതിവിടെ നൽകിയിട്ടുണ്ട്. നോക്കി മനസ്സിലാക്കുക, വായിക്കുക, എഴുതുക. തേർഡ് ക്വസ്റ്റ്യൻ. ഇവിടെ 4 ചോദ്യങ്ങളുണ്ട്. വാട്ട് ഈസ് ദ പെർസെൻറ്റേജ് ഓഫ് നിക്കൽ, ക്രോമിയം ആൻഡ് അയൺ ഇൻ നിക്രോം? നിക്രോമിൽ നിക്കലിൻ്റെയും ക്രോമിയത്തിൻ്റെയും അയണിൻ്റെയും പെർസെൻറ്റേജ് ആണ് ചോദിക്കുന്നത്. 61%, 15%, 24% ഈച്ച് ഓരോന്നും ഉണ്ടായി. ഹൗ മച്ച് ഈസ് ദ മെൽറ്റിംഗ് പോയിന്റ് ഓഫ് നിക്രോം ഇൻ ഡിഗ്രി സെൽഷ്യസ്? 1350 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഹൗ മച്ച് ഈസ് ദ റെസിസ്റ്റിവിറ്റി ഓഫ് നിക്രോം? നിക്രോമിൻ്റെ റെസിസ്റ്റിവിറ്റി എത്രയാണ്? 1.0 - 1.5 × 10⁻⁻6. നിക്രോം ഹീറ്റിംഗ് എലമെൻ്റായി ഉപയോഗിക്കുന്നതിന് കാരണം ഹൈ റെസിസ്റ്റിവിറ്റിയാണ്, ഹൈ മെൽറ്റിംഗ് പോയിൻ്റ് ആണ്, എബിലിറ്റി ടു റിമെയിൻ ഇൻ ഹോട്ടാണ്, തെർമൽ എക്സ്പാൻഷൻ ഈസ് നെഗ്ലിജിബിൾ. ഇപ്പോൾ ഇവയെല്ലാം ഓർത്തിരിക്കുക. നെക്സ്റ്റ് 4th ക്വസ്റ്റ്യൻ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. അനലൈസ് ദ മെറിറ്റ് ആൻഡ് ഡിമെറിറ്റ് ഓഫ് ഫോളോയിങ് ലാംപ്സ്. ഇവിടെ നൽകിയിരിക്കുന്ന 5 ലാമ്പിൻ്റെയും മെറിറ്റ്സും ഡിമെറിറ്റ്സുമാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഓരോന്നും ഡിമെറിറ്റ്സും മെറിറ്റ്സും നമുക്ക് എഴുതാം. 5 ലാമ്പുകളുണ്ട്. ഒന്നാമത്തെ ലാമ്പ് ഫിലമെൻ്റ് ലാമ്പ്. ഫിലമെൻ്റ് ലാമ്പിൻ്റെ ഡിമെറിറ്റ്സും മെറിറ്റ്സും എഴുതുക. അതുപോലെ രണ്ടാമത്തെ ലാമ്പാണ് ഫ്ലൂറസെൻ്റ് ലാമ്പ്. ഫ്ലൂറസെൻ്റ് ലാമ്പിൻ്റെയും ഡിമെറിറ്റ്സും മെറിറ്റ്സും എഴുതുക. സി ആർക്ക് ലാമ്പ്. അതുപോലെ ഡി CFL, ഇ LED ബൾബ്. ഇവ 5ൻ്റെയും ഡിമെറിറ്റ്സും മെറിറ്റ്സും ഇവിടെ നൽകിയിരിക്കുന്നു. ഇവ നോക്കി നിങ്ങളും വായിച്ച് മനസ്സിലാക്കുക. അതുപോലെ എഴുതി നോട്ട്ബുക്കിൽ എഴുതി തയ്യാറാക്കുക, പഠിച്ചു വെക്കുക.
അപ്പോൾ എല്ലാവർക്കും വീഡിയോകൾ ഇഷ്ടമായെന്ന് കരുതുന്നു. വീഡിയോകൾ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ മറ്റു കുട്ടികളിലേക്കും ഷെയർ ചെയ്യുക. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. താങ്ക്